കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ മക്കള് ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു മെസ്സേജിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. വളരെ നല്ല, അവർക്ക് ആ വിഷയത്തെ കുറിച്ച് നല്ല ബോധ്യവും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ ദൈവം അവരെ സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തുതിക്കുന്നു. അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് പുറകിലെ അവരെ പേരൻസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. और उनको जब मैं धन्यवाद देता हूँ क्योंकि इससे पेरेंट्स ने बहुत काम किया है, उसके लिए भी मैं जानता हूँ किया होगा. ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അവരെ ആത്മാവിൽ ബലപ്പെട്ട് അവർ നല്ല വളർച്ചയിൽ അവരുടെ ബോധ്യത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നവരായിട്ട് മാറണം. ഇന്നത്തെ റിസോഴ്സസ് ഒക്കെ അവർക്ക് ധാരാളം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതില് അത് നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതും വാസ്തവമാണ്. ഞാൻ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു മിഷണറിയുടെ അനുഭവം എന്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നത്. ഇസ്ബെല്ല തബോൺ എന്നാണ്, ഇസ്ബെല്ല തബോൺ എന്ന അവരുടെ പേര്. അവര് US-ലെ പോയോ? ഓക്കെ. അവര് US-ലെ ഒഹായോ സ്റ്റേറ്റിലുള്ളവരാ. അവരുടെ മാതാവ് അവരെ പഠിപ്പിച്ചത് നാം സേവനം സ്വീകരിക്കേണ്ടവരല്ല, നാം മറ്റുള്ളവരെ സേവിക്കേണ്ടവരാണ്. അവര് മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യമാണ് അവരുടെ മകളെ ഇത് പഠിപ്പിച്ചത്. I came not to be served but to serve and to give my life as a ransom for many എന്ന ആ വാക്ക്. അത് ഈ മകളോട് എപ്പോഴും പറയുന്ന നിമിത്തം അവൾക്ക് അതിൽ ഭയങ്കര ഒരു ഇൻപുട്ട് ഉണ്ടായി, നല്ല ബോധ്യം ഉണ്ടായി. ആ അവസരത്തിലാണ് ഇന്ത്യയിലെ പ്രവർത്തനത്തെ കുറിച്ച് അവള് കേൾക്കുന്നത്. അങ്ങനെ 1970 അവര് ഇന്ത്യയിൽ വന്നു. ആ കാലഘട്ടത്തില് ഈ പെൺകുഞ്ഞുങ്ങളെ ആർക്കും ഇഷ്ടമില്ല. കുഞ്ഞുങ്ങളെ പലരും ഈ പെൺകുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അവര് ഒത്തിരി വിഷമിച്ചു, ഒത്തിരി കരഞ്ഞു, കർത്താവേ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കുഞ്ഞുങ്ങളെ അൺവാണ്ടഡ് ആയിട്ട് വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുക, അതുപോലെ അവരെ ഗംഗ നദിയിലോട്ട് എറിഞ്ഞു കൊടുക്കുക, പിന്നെ അവരുടെ കുടുംബത്തിന്റെ ഇതിനു വേണ്ടി അവരെ സാക്രിഫൈസ് ചെയ്യുക എന്നൊക്കെ ഭയങ്കര ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവര് ഇവിടെ ലക്നൗ ഭാഗത്താണ്, അതായത് UP-യുടെ ഭാഗങ്ങളിലാണ് അവർ വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ അവിടെ അവര് ഈ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂളും അതുപോലെ തന്നെ അവരെ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കാനും തുടങ്ങി. ഒരുപാട് ആളുകൾ അവരെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ആ ഒപ്പോസിഷൻ എല്ലാ ഏരിയയിലും അവർ അനുഭവിക്കാൻ തുടങ്ങി. ചില അവസരത്തില് ഹിന്ദു പുരോഹിതന്മാര് വന്ന് ഇവരുടെ പ്രവർത്തനം നശിപ്പിക്കാനായിട്ട് ഈ കുട്ടികൾ താമസിക്കുന്നിടം പൊളിച്ചു കളയുക, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ഇസ്ബെല്ല എന്ന് പറഞ്ഞ സിസ്റ്ററുടെ
അതിനെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞത് അവർ ദൈവസേനയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. लेकिन जो इस्राएल बहन है वो इसका सामना कैसे कर पाई, वो उनका प्रार्थना का शक्ति था. അവര് ദൈവസേനയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്, കർത്താവ് കുഞ്ഞുങ്ങളെ വിടുവിക്കാനായിട്ട് അങ്ങ് എനിക്ക് കൃപ തരണമേ എന്ന്. परमेश्वर की उपस्थिति में बिलख कर रो कर प्रार्थना करती, बच्चों को छुड़ाने के लिए, बचाने के लिए आप मुझे अनुग्रह करना. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. आर्थिक तौर पर बहुत तंगी है, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല. बच्चों को कैसे आगे बढ़ाए नहीं पता. വിശ്വാസത്താൽ അവര് ഒരു ക്രിസ്ത്യൻ കോളേജ് ലഖനൌവിൽ ആരംഭിച്ചു. और विश्वास से उन्होंने एक क्रिश्चियन कॉलेज जो है लखनऊ में शुरू ഇന്നും പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്രിസ്ത്യൻ കോളേജ് ലഖനൌവിൽ ഉണ്ട് കേട്ടോ. आज भी लड़कियों के लिए एक कॉलेज लखनऊ में है. അങ്ങനെ അവര് ഈ പ്രതികൂലത്തിന്റെ ഒക്കെ നടുവില് 31 വർഷം ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രവർത്തിപ്പാൻ ഇടയുണ്ടായി. और ऐसी प्रतिकूल परिस्थिति में 31 साल तक वहां पर वो सेवकाई की. എന്നാൽ ഇന്ന് ലഖനൌവില് ഒരുപാട് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്തീയ പ്രവർത്തനങ്ങളുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ രക്ഷിപ്പാനായിട്ട് അവർക്ക് കഴിഞ്ഞു. आज लखनऊ में कई मसीह या ईसाई संस्थाएं हैं और कई बच्चों को बचाया जाता है और ये सब उनके जरिए हो पाया. ഒത്തിരി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് ഒരു സാധ്യതകളും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ അവർ എടുത്ത് കർത്താവിന് വേണ്ടി വളർത്തുവാൻ ഇടയുണ്ടായി. और बहुत से ऐसे बच्चों को जिनके पास कोई भी अधिकार नहीं था, जो बिल्कुल भी बेसलूकी की जाती थी, उनको लेकर उन्होंने उनको बचाया. നമ്മുടെ മക്കളെ എല്ലാം നാം ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി, ദൈവത്തെ അനുഭവിച്ചറിയുന്നവരായി വളർത്തിയെടുക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. हमारे बच्चों को भी परमेश्वर में जड़ पकड़कर ऐसे ही बढ़ाने का एक जिम्मेदारी हमारा है. നമ്മള് ഫുൾനെസ്സിന് വേണ്ടി താല്പര്യപ്പെടുന്നു. हम लोग पूरा भरपूरी के लिए इच्छा करते हैं. അവിടുത്തെ ആ പ്രയോഗം ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന ആ उसका वो बयान को ध्यान देना, परमेश्वर की सारी परिपूर्णता से भरपूर होना. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവ് എന്ന് പറഞ്ഞത് എന്താണ്, വാസ്തവത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? परमेश्वर की सारी भरपूरी क्या है, हमने क्या समझा है. നമ്മുടെ നിറവെന്ന് പറഞ്ഞാല് നമ്മൾ നിറയ്ക്കുകയാണെന്ന് നമുക്ക് പരിധിയുണ്ട്. हमारी भरपूरी है, उसमें सीमा है. എന്നാൽ ദൈവത്തിന്റെ നിറവാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് ആ പ്രവർത്തനം നടക്കാനായിട്ട് പോകുന്നത്. लेकिन अगर परमेश्वर की भरपूरी है तो जो हम विचार नहीं कर सकते ऐसा उसका कार्य होता है. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മോട് പറയേണ്ടത്, കർത്താവേ അങ്ങയുടെ അതേ മനസ്സ് പങ്കുവെപ്പാൻ എന്നെ हमें സഹായിക്കണമെന്ന്. परमेश्वर की उपस्थिति में कहना है, मसीह आपका वही मन मेरा हो. ഇത് ഞാൻ ഇങ്ങനെ ദൈവവചനം പഠിപ്പിച്ചപ്പോൾ ഈ ഡോൺ ഫ്രെഡറിക്സ് എന്ന് പറഞ്ഞവരാണ് ആദ്യമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. बच्चों सुनाते समय, पढ़ाते समय ऐसा मैंने देखा कि डॉन फ्रेडरिक्स नाम जो था वो पहले वो समाचार के लिए निकले थे. ഞാൻ ഈ ദിവസങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. അവര് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്റെ ഗ്രീറ്റിംഗ്സ് നിങ്ങളെ അറിയിക്കാൻ മറക്കല്ലേ എന്ന്. यहाँ पर है, वो जानते हैं. उन्होंने बुलाया और कहा कि उनका प्रेम और उनका सलाम आपको देने के लिए नहीं भूलना. എല്ലാവരോടും അവരുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. सभी लोगों को उनका मैं सलाम देता हूँ. അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങി വരുന്നത് അദ്ദേഹം പിനക്കിൾ ആർക്കിടെക്ചേഴ്സിന്റെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. और परमेश्वर की सेवा के लिए जब वो निकल पड़े तब पिनेकल आर्किटेक्चर नाम की कंपनी था, उनका सीईओ बनकर काम करते थे. 5 മക്കളുണ്ട്, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5 बच्चे हैं, सब सीख रहे हैं. അദ്ദേഹത്തിന്റെ ഭാര്യ കാണി ഫ്രെഡറിക്സും ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നു. उनकी पत्नी ने भी अपना जो नौकरी है उसमें इस्तीफा देकर परमेश्वर की सेवा के लिए निकल पड़ी. എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക എന്ന് അവർക്ക് അറിയില്ല. आगे कैसा होगा वो नहीं जानते. അവര് എന്നോട് പറയും, സൈമൺ, you are from India. If a person from India can come here and live by faith, why can't we exercise the same faith here എന്നുള്ളതാണ് പുള്ളി എന്നോട് ചോദിക്കാറുള്ളത്. तो वो आपसे कहते थे कि आप अगर इंडिया से यहाँ आकर विश्वास के साथ जी सकते हैं तो हम जो यहाँ के हैं वो विश्वास हम क्यों नहीं दिखा सकते. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മൾ പലപ്പോഴും പ്രതികൂലങ്ങളാ കാണുന്നത്, എന്നാൽ ദൈവത്തിലുള്ള ശക്തിയും ദൈവത്തിന്റെ ഉറപ്പും നമുക്ക് പ്രാപിക്കാൻ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടാനായിട്ട് കഴിയുമോ? कहने का तात्पर्य कई बार जो है हम रुकावटों को देखते हैं, लेकिन परमेश्वर की दृष्टिकोण और परमेश्वर के वो उद्देश्य को क्या हम समझ पाते हैं. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരാനായിട്ട്, परमेश्वर की सारी भरपूरी तक भरपूर होने के लिए, परिपूर्ण होने के लिए. മനുഷ്യന്റെ നിറവിലോട്ടാ പോകുന്നെങ്കിൽ പലതും നമുക്ക് സാധ്യമല്ല. अगर मनुष्य की भरपूरी की ओर जाते हैं तो बहुत से बातें हमसे संभव नहीं होगा. ഇത് തന്നെയാണ് ഇദ്ദേഹം, അതായത് വില്യം കേറി ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പലരും ഡിസ്കറേജ് ചെയ്തു, എനിക്കൊന്നും പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. और यही बात विलियम
के भी जब वहां से यहाँ आए थे तभी भी लोगों ने कहा, जब वो इंडिया जा रहे थे कि तू वहां जाकर कुछ नहीं कर सकते, ऐसे बहुत से लोगों ने उसको निरुत्साह किया। എന്നാൽ ഇവിടെ വന്നിട്ടാണ് താൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയത്. लेकिन यहाँ आकर वो संस्कृत सीखने लगे। ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ പിന്നെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സാൻസ്ക്രിറ്റ് സ്കോളറായിട്ട് പ്രൊഫസറായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് പുള്ളിയെ അപ്പോയിന്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് എങ്ങനെ കഴിയുമെന്ന് അറിയില്ല. कलकत्ता में जो है वहाँ पे ये संस्कृत का स्कॉलर या पंडित होकर पहले बार निकलकर वहाँ का हेड ऑफ द डिपार्टमेंट बना, और जब बाहर निकला तो उन्होंने बोला ये सब कैसे हुआ मुझे नहीं पता। ചിലര് ചോദിച്ചു എന്താ കാരണമെന്ന്. कुछ लोगों ने पूछा ये इसका कारण क्या है। ഞാൻ നാട്ടിലെ ഒരു ചെരുപ്പ് കുത്തിയാണ്, എന്നാൽ എന്റെ ദൈവം വിശ്വസ്തനാ, അവന്റെ നിറവാണ് എന്റെ ജീവിതത്തിലുള്ളതെന്ന്. मैं गांव में एक मोची हूँ, लेकिन परमेश्वर की विश्वस्तता है, परमेश्वर का विश्वास योग्यता है, उसकी भरपूरी मुझे पूरा करता है। നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ പറയാനുള്ള കർത്താവ് എനിക്ക് കഴിവില്ല, എന്നാൽ അങ്ങനാണ് സകലവും നിറയ്ക്കാൻ കഴിവുള്ള ദൈവം. हमारे जीवन में परमेश्वर के सामने हमसे कहना है, उनसे कहना है कि मसीह मुझसे कुछ नहीं होता, लेकिन आप वो श्रोता हो जो सब कुछ मुझे भर सकता है। ദൈവം മോശയെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. परमेश्वर ने जब मूसा को बुलाया तो मूसा ने बहाना बनाया कि मैं बोल नहीं सकता, अच्छे से बात नहीं कर पाता, मेरा जुबान भी सही नहीं है। എന്നാൽ ദൈവം പറഞ്ഞത് എനിക്ക് നിന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്, നിനക്ക് മാറുവാൻ കഴിയുകയില്ല. लेकिन परमेश्वर ने उससे कहा मैंने तुझे इसके लिए चयन किया है, चुना है, तेरे माँ के गर्भ में तो उत्पन्न होने पहले से मैंने तुझे देखा है, और तो इस दौत्य से अलग नहीं हो सकता। ജെരമ്യാവ് പറയുന്നുണ്ട് എനിക്ക് ഭാഷ അറിയില്ല. यिर्मयाह कहता है मुझे भाषा नहीं पता। ജെരമ്യാവിന്റെ പിതാവ് ഒരു പുരോഹിതനാണ്. यिर्मयाह का पिता जो है वो याजक था। അടുത്ത പുരോഹിതനാകാനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ ചെയ്യുന്നത്. और अगला याजक बनने की तैयारी भी कर रहा। അപ്പോൾ ദൈവം പറയും നീ പുരോഹിതനാകാനല്ല ഞാൻ നിന്നെ താല്പര്യപ്പെടുന്നത്, ഞാൻ ഒരു പ്രവാചകനായിട്ടാണ് നിയമിച്ചത്. परमेश्वर ने कहा ये याजक होने के लिए मेरी इच्छा नहीं है, मैं चाहता हूँ कि तू भविष्यवक्ता बने। യെരമ്യാവ് പറയുന്നത് പുരോഹിതന്റെ ഭാഷ എനിക്ക് അറിയാം, എന്നാല് പ്രവാചകന്റെ ഭാഷ എനിക്ക് അറിയില്ല. यिर्मयाह कहता है कि एक याजक की भाषा में जानता हूँ, लेकिन भविष्यवक्ता की भाषा में नहीं जानता। ഇനി ഞാനൊരു അല്പസമയം പറയാം, പുരോഹിതനും ഈ പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? अब याजक और भविष्यवक्ता का फर्क आपको पता है? ഈ പുരോഹിതനെ സംബന്ധിച്ച് സ്റ്റഡി ഇൻകം ആണ് പുള്ളിക്ക്. याजक जो है उसका एक अच्छा आमदनी होता है। അവിടുത്തെ യാഗത്തിന് കൊണ്ടുവരുന്ന മൃഗങ്ങളിലെ അതിന് പ്രത്യേകം ഭാഗങ്ങളൊക്കെ പുരോഹിതന് കൊടുക്കണമെന്ന് വചനത്തിലുണ്ട്. वहाँ पे बलि के लिए जो जानवर लाया जाता है उसका खास हिस्सा जो है वो याजक को देने का ऐसा लिखा है, ऐसा कानून है। എന്നാൽ പ്രവാചകനോ लेकिन भविष्यवक्ता ഒരു രക്ഷയില്ല, ആരും ഒന്നും കൊടുക്കില്ല. ഒന്നത് പറയുന്ന നല്ല കാര്യമല്ല പറയുന്നത്, അടിച്ചോടിക്കുകയുള്ളൂ. कुछ नहीं मिलता, एक तो कुछ अच्छा बोलता नहीं, लोग मारकर भगा देते हैं। പ്രവാചകൻ ഇത് യെരമ്യാ പ്രവാചകൻ ചിലപ്പോ കരയുന്നു, ചിലപ്പോ ചിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ നിലയ്ക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാനസികമാണിത്. अभी यिर्मयाह नबी को देख लो, भविष्यवक्ता को कभी हंसता है कभी रोता है। आज अगर किसी मनोवैज्ञानिक को दिखाए वो बोलेगा ये पागल हो गया है। ഞാനിത് പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരുന്ന അവസരത്തില് ഏത് പ്രതികൂലങ്ങളുണ്ടോ അതിനെ എല്ലാം അതിജീവിപ്പാൻ ദൈവം ഒരു ശക്തിയെ പകരുന്നു. कहने का तात्पर्य ये परमेश्वर की भरपूरी तक परिपूर्ण होने के लिए जो भी अड़चन है उन तमाम बातों के ऊपर जय पाने के लिए परमेश्वर ही हमें सामर्थ्य देगा। ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഞാൻ താല്പര്യപ്പെടുന്നത് വാട്ട് ഈസ് ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് ചോദിക്കാം. आज मनन करने के लिए जो मैं विचार करने का विषय चाहता हूँ ये है वास्तविकता में आत्मिकता क्या है। എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. एफेसी की पत्री 1:17 पढ़ेंगे। That the God of our Lord Jesus Christ, the Father of glory, may give to you the spirit of wisdom and revelation in the knowledge of Him. Revelation അത് വായിച്ചോ. कि हमारे प्रभु यीशु मसीह का परमेश्वर जो मसीह का पिता है तुम्हें अपनी पहचान के ज्ञान और प्रकाश की आत्मा दे। നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്, तो ज्ञान और प्रकाश की आत्मा दे। അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് ഇസ് നോട്ട് സെർച്ച് ആഫ്റ്റർ ഗോഡ്, तो आत्मिकता का मतलब परमेश्वर की खोज नहीं है, but a revelation that Christ has sought me and he has
found me. That is the revelation which we need to get. लेकिन एक प्रकाशन की परमेश्वर ने मुझे ढूंढा है और वो मुझे प्रकाशन मिलना चाहिए। എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത? ईसाई होने का या मसीह का विशेषता क्या है? ദൈവം നമ്മെ അന്വേഷിച്ചു വന്നു എന്നുള്ളതാണ് പ്രത്യേകത. परमेश्वर हमारी खोज में आया, ये विशेषता है। നിങ്ങളെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട്. लूका 19 का 10 हम पढ़ेंगे। लूका 19 का 10। കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. जो खो गए हैं उन्हें ढूंढने के लिए मनुष्य का पुत्र आया। എന്താണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ പ്രത്യേകത? विशेषता या परमेश्वर के वचन का खासियत क्या है? അന്വേഷിച്ചു വരുന്ന ദൈവം. ढूंढ कर आने वाला, खोजने वाला। അപ്പോൾ ഈ ഫുൾനെസ് എന്ന് പറഞ്ഞത് നമ്മെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന ഒരു ദൈവമാണ്. तो ये भरपूरी का मतलब हमें खोज कर हमारे लिए आया हुआ एक परमेश्वर। ഇത് വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. और ये परमेश्वर के कलाम के आरंभ से हम देख सकते हैं। ആദാമിനോട് ചോദിക്കുന്നുണ്ട്, ആദാമേ നീ എവിടെ? आदम से पूछता है, आदम तू कहाँ है? വാസ്തവത്തില് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതിന്റെ പുറകിൽ എല്ലാം ദൈവം വന്ന് ചോദിക്കുകയാണ്, നീ എവിടാ, നീ എവിടാ? देखा जाए तो परमेश्वर से दूर हुआ वो व्यक्ति के पीछे आकर परमेश्वर पूछता है, तू कहाँ है, तू कहाँ है? നമ്മളെ സ്പിരിച്വാലിറ്റി അങ്ങോട്ട് പോകുകയല്ല, ദൈവം ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്ന സ്പിരിച്വാലിറ്റി. आत्मिकता उसकी ओर जाना नहीं, आत्मिकता परमेश्वर हमारी खोज में आना है। അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഇറ്റ്സ് നോട്ട് എ മിസ്റ്റീരിയസ് ജേർണി. और इसी तरह आत्मिकता का मतलब कोई भेद वाला ऐसी सफर नहीं है। But instead we are coming to the arrival, or we are arriving to the mystery of God in me. लेकिन परमेश्वर के उस भेद में आना है जो परमेश्वर मुझ में है। എന്റെ ജീവിതത്തിൽ കർത്താവ് വന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ആ വെളിപ്പാടുണ്ടാകുന്നതാണ് ആത്മീയത. मेरे जीवन में परमेश्वर आया है, इसके बारे में एक प्रकाशन, एक समझ होना, ये आत्मिकता है। ഇത് എഫേസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളില് അവിടെ പൗലോസ് ഒരു മർമ്മം എനിക്ക് വെളിവായി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. एफेसी 3:6 में वहां पर हम देखते हैं प्रेरित पौलुस कहता है, एक रहस्य, एक मर्म मुझे समझ आता है। അവിടെ പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ആ മർമ്മം, ഇപ്പോൾ ദൈവം ആ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി. वो पहले वो भेद नहीं था, लेकिन अब उस भेद को परमेश्वर ने मुझे प्रकाशन दिया। ആ മർമ്മം എന്താണെന്ന് അറിയാമോ? वो भेद क्या है? ഇനി നമ്മൾ 1, 2 അല്ല, നമ്മൾ ക്രിസ്തുവിൽ ഒന്നത്രേ എന്നുള്ള മർമ്മം. अब हम 2 नहीं, हम मसीह में एक है, वो भेद है। അവിടെ ഇനി യഹൂദനെന്നോ ജാതിനെന്നോ വ്യത്യാസമില്ല. वहां पर यहूदी या यूनानी ऐसा कोई फर्क नहीं। കർത്താവ് എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. मसीह सबके लिए मरा। കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. मसीह सबसे प्रेम करता है। ഈ വലിയ കാഴ്ചപ്പാടുണ്ടായപ്പോൾ പിന്നെ പൗലോസ് അപ്പോസ്തലൻ എല്ലാം വിട്ടേച്ച് കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങി. और ये दृष्टिकोण जब प्रेरित पौलुस को समझ आया तो पौलुस सब कुछ छोड़कर मसीह के पीछे हो लिया। ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ബെല്ലയുടെ ജീവിതത്തില് അവര് വാസ്തവത്തിൽ കർത്താവ് എന്തിനു വേണ്ടിയാ വന്നെന്നുള്ള കാഴ്ചപ്പാടുണ്ടായപ്പോൾ ഷീ ലെഫ്റ്റ് എവറിഥിങ് ഫ്രം US, കെയിം ഡൗൺ ടു ലക്നൗ. ഇവിടെ ലക്നൌവില് ഈ 1840 ജീവിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്ന്, ഇപ്പൊ നിങ്ങൾ ലക്നൗ കൂടെ അല്ലേ പോകുന്നത്, നിങ്ങൾ നേപ്പാളിൽ പോകുന്നത്, നിങ്ങൾ അവിടെ ചെന്നാൽ വിവരം അറിയാൻ എന്താന്ന്. हिजबुल्लाह के बारे में जो मैंने पहले बताया, जब उन्होंने यीशु मसीह के बारे में समझा, जब उसकी परमेश्वर की उस प्रस्तुति को समझा, तो US की वो जीविका को छोड़कर 1840 में लखनऊ में आकर उस जमाने में जीने का विषय आप लोग सोच लो। 1840 में लखनऊ की अवस्था क्या था, आज की अवस्था कैसा है। ऐसी अवस्था में सब छोड़कर परमेश्वर के लिए वो इंडिया आई। വേണ്ട, നമ്മുടെ കേരളത്തിലെ ഒരു 4 വർഷം മുമ്പേ ഞാൻ ഒരു സ്ഥലത്ത് പോയി, പാലക്കാട് ജില്ലയാണ് അത്. जाने दो, केरला में पिछले 4 साल के पहले पालक्काड डिस्ट्रिक्ट में गया। അപ്പോൾ അവിടുത്തെ ആ പ്രായമുള്ള അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ പെണ്ണ് പ്രസവിക്കുന്ന മുഴുവൻ പെണ്ണുട്ടീനെ എനിക്ക് ഇഷ്ടമില്ല എന്ന്. और वहाँ की एक बूढ़ी माजी ने मुझसे कहा, ये लड़की जो भी जन्मती है वो लड़की है, मैं इसको पसंद नहीं करती। ഈ കൊച്ചു കിടന്ന് കരഞ്ഞാൽ പോലും അമ്മ എടുക്കുകയില്ല. और वो बच्चा रोए तो भी माँ उठाती नहीं है। പിന്നെ അതിനെ ഉറക്കാനായിട്ട് അമ്മ കാലുകൊണ്ട് തട്ടണേ, और उसको सुलाने के लिए वो पाँव से हिलाती है, അല്ലെങ്കിൽ അവള് വന്ന് നോക്കട്ടെന്ന്. नहीं तो वो आके देखने दो। അയ്യോ, നമ്മുടെ ഇന്നത്തെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. मैं हमारी आज की परिस्थिति बोल रहा हूँ। അപ്പോൾ ഈ കാലഘട്ടത്തില് UP പ്രകൃതി നോക്കിക്ക്. तो सोच लो 18 में कैसा होगा यूपी का हाल। ഒരിക്കൽ കുംഭമേളയ്ക്ക് അവിടെ ഭയങ്കര സമ്മേളനം നടക്കുക, അല്ലെങ്കിൽ പിന്നെ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുക. एक बार कुंभ का मेला था, वहां पर काफी लोग जमा हो रहे थे। അപ്പോൾ അവിടെ
അലഹബാദിലാണ് ഇവര് ഒന്ന് നദിയിൽ കുളിച്ച് കയറുന്ന ഒരു സ്ഥലം. കാരണം അതിന് കഥ കുറെ ഉണ്ട്, ഞാനത് പറയുന്നില്ല. तो इलाहाबाद में एक ऐसी जगह है जहाँ पे वो डुबकी लगाकर निकलते हैं। അവിടെ ഒരമ്മ ഇങ്ങനെ നോക്കി നിന്ന് കരയുന്നു. तो वहां पर एक माँ जी देख के रो रही थी। അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു. तो क्या बातें पूछा? അപ്പൊ പറഞ്ഞു, എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ നന്നായി വരാനായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ഈ നദിയിലോട്ട് എറിഞ്ഞിട്ട് നോക്കി നിൽക്കുകയാണ്. मेरे परिवार की भलाई के लिए मेरे बच्चे को मैंने नदी में फेंक दिया है और मैं उसको साथ रही हूँ। അപ്പൊ ചോദിച്ചു, ഏതാ കുഞ്ഞ്? तो बच्चा कौन सा है? അത് പെൺകുഞ്ഞാ. लड़की है। എല്ലാ ദേവ അമ്പലങ്ങളിലും കൊണ്ടുപോയി അവിടെ എല്ലാം കാണിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി ഇതാ ഗംഗയിലോട്ട് എറിഞ്ഞു. हर मंदिर में जाकर उसका दर्शन करा के वो उनके जो परमेश्वर है या उनका देव है उनको बलिदान देने के लिए उस गंगा में उसको बहा दिया। കഴിഞ്ഞിടയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ, ഇത് ഒരു 2 വർഷം മുമ്പാണ് ഉണ്ടായത്, അവര് പുല്ലരിയാൻ പോയതാ, അവളെ നശിപ്പിച്ചു. എന്നിട്ട് അന്ന് രാത്രിക്ക് രാത്രി അവളെ കത്തിച്ചു കളഞ്ഞു. 2 साल पहले की बात है, वो घास काटने के लिए एक लड़की गई थी, उसका नाश किया गया और उसी रात उसको जला दिया गया। അതൊന്ന് റിപ്പോർട്ട് ചെയ്യാനോ അതിനൊന്ന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടോ ആ പ്രസ്സുകാരില് പിന്നെ ഇവര് ആരെയും അനുവദിച്ചില്ല. उसका रिपोर्ट दर्ज कराने या शिकायत करने के लिए किसी को भी अनुमति नहीं दिया, यहाँ तक माध्यम को भी अनुमति नहीं दिया। ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? कहने का तात्पर्य ये हमारे में क्या अस्वस्थता बनाता है? വാസ്തവത്തില് ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസേനയിൽ കരയാനും അവരെ എങ്ങനെയെങ്കിലും വിടുവിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? इन बच्चों के लिए प्रार्थना करना, किसी भी रीति से इन बच्चों को हम बचा पाए, क्या ये बारे में किसी ने सोचा है? നമുക്ക് പൂനെക്ക് അടുത്താണല്ലോ കേഡ്ഗാവ് ഉള്ളത്, അതായത് മുക്തി മിഷൻ. पूना के नजदीक खेड़गांव, वहाँ मुक्ति मिशन है। മുക്തി മിഷനില് നിങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് ഒരു ട്രേ ഉണ്ട്, അവിടെ വെച്ച് ബെല്ലടിച്ചാൽ മതി, പിന്നെ അവരെടുത്ത് നോക്കിക്കോളൂ. मुक्ति मिशन में एक ऐसी जगह है जहाँ पर अगर कोई अनचाहा बच्चा हो तो उस बच्चे को वहाँ पर उस ट्रे में रखना, वहाँ की घंटी बजा देना, वो बच्चे की परवरिश करते हैं। അങ്ങനെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെയാണ്, പെൺകുഞ്ഞുങ്ങളെയാണ് എടുത്ത് വളർത്തിയത് ഇവര് പണ്ഡിതരമ്മബായി. इस तरह से बहुत सी लड़कियों को, बहुत से बच्चियों को वहाँ पर गोद लेकर उन्होंने पंडित रमाबाई ने उनका परवरिश किया। ഇതൊന്നും ദൂരെയുള്ള സംഭവങ്ങളല്ല. നിങ്ങൾ ഇന്ത്യയിൽ വന്നാൽ നിങ്ങളെ മുക്തി മിഷനിൽ ഒന്ന് പോകണം, അവിടുത്തെ സ്ഥിതിഗതി ഇപ്പോഴൊന്ന് മനസ്സിലാക്കണം, എന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയണം. और ये कोई दूर का बात नहीं है, इंडिया की बात कर रहा हूँ। अगर कभी इंडिया जाओ तो मुक्ति मिशन जाना, वहाँ पर हालचाल क्या है ये देखना, देख कर आना। ഇതേപോലെ ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം വൃത്തികേടുകളാണ് നടക്കുന്നത്. इस तरह से हमारे राज्य में कितनी गंदी और बुरी बातें होती हैं। ബീഹാറിലെ ഒരു ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു ലേഡീസിന് വേണ്ടിയിട്ട് ഒരു ഓർഫനേജ് പോലെ ഒരെണ്ണമുണ്ട്. बिहार में सरकारी एक ऐसी अनाथशाला है जो केवल महिलाओं के लिए है। മുതിർന്ന കുട്ടികളെ കാണാനില്ല. बड़ी बच्चे लोग नहीं है वहाँ। ചെറിയ കുട്ടികളോട് വന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് ദീദി ഗയ, എങ്ങോട്ടാണ്ട് പോയി ദീദി, മുതിർന്ന കുട്ടി പോയെന്ന്. छोटे बच्चों को आके जब वहाँ पर पूछताछ किया गया, जांच पड़ताल की, तो वो कहते हैं कि दीदी चली गई, कहाँ गया मालूम नहीं। അത് ഗവൺമെന്റ് കോർട്ട് ഒരു സെൽഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്നിട്ട് JCB ഇട്ട് അതിന്റെ ചുറ്റും പൊക്കിയപ്പോഴാണ് എന്റെ ഇപ്പോ എത്ര കുട്ടികളാണ് അവരുടെ എല്ലാം കിട്ടിയത്. और कोर्ट ने जो है स्वयं उनके ऊपर केस दर्ज किया, जांच पड़ताल की, और जब वहाँ पर उस जगह को खोदा गया तो कितने लड़कियों का, कितने बच्चियों का हड्डियां वहाँ से, कंकाल वहाँ से मिले। ഇതൊക്കെ കണ്ടിട്ട് ഇസ്ബെല്ല കിടന്ന് കരയുവാ. ये सब देखकर हिस्बुल्लाह रो रही है। അവര് പറഞ്ഞു, അയ്യോ കർത്താവേ, എന്നെ ഇവരെ വിടുവിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. वो प्रार्थना करने लगी, परमेश्वर मुझे तो बलवंत कर, इन बच्चियों को बचाने के लिए उस पर अनुग्रह कर। മദർ തെരേസ ഇവിടെ മദ്രാസിൽ വന്നപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ ഡിസേബിൾഡ് ആണ് ആ കുഞ്ഞ്, നടക്കും പക്ഷെ കാലിങ്ങനെ ഏന്തി. അപ്പൊ അവർക്ക് ഈ കുഞ്ഞിനെ കൂടെ കൊണ്ടു നടക്കാൻ ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. मद्रास मदर तेरेसा जब आई थी मद्रास में, एक परिवार है जिनको मैं जानता हूँ, तो वहाँ पे उनका बच्चा था जो हैंडीकैप था, तो वो जो लंगड़ा कर चलता था, तो उनके घर वालों को शर्म आता था उस बच्चे को अपने साथ ले जाने के लिए। അവര് മദർ തെരേസയോട് ചോദിച്ചു, കുഞ്ഞിനെ വേണോന്ന്. उन्होंने मदर तेरेसा को पूछा कि आप उस बच्चे को रोक लो, ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട, हमें ये बच्चा नहीं चाहिए। ഒരു പ്ലെയിൻ പേപ്പറിനകത്ത് ഈ കൊച്ചിനെ ഞാൻ കർത്താവിന് വേണ്ടി
ഇതാ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അവർക്ക് കൊടുത്തു. एक कागज में बस लिखना है हमें ये बच्चा नहीं चाहिए, परमेश्वर के लिए समर्पण करते हैं, इतना लिख कर देना, उन्होंने लिख कर दिया। എന്താ ഈ പറയുന്നതൊക്കെ? क्या बोल रहे हैं? ഇതെല്ലാം നമുക്ക് സഹിക്കാൻ ഒക്കുമോ? क्या ये सब हम सहन कर सकते हैं? ഞാൻ ഇന്നലെ പറഞ്ഞു, മദർ തെരേസ ഈ ഈ ഈ അന്തേവാസികൾക്ക് വേണ്ടി കാശ് തരുമെന്ന് ചോദിച്ചപ്പോഴാണ് ഒരാൾ മുഖത്ത് തുപ്പിയത്. मैंने कहा कल एक जगह पे जब मदर तेरेसा ने वहां के इनमेट्स के लिए पैसा मांगा तो उन्होंने मुंह पर थूक दिया। മദർ തെരേസ അത് തുടച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് തന്ന ഗിഫ്റ്റിന് തന്നു, ഇനി ഈ അന്തേവാസികൾക്ക് തരണമെന്ന് കൈ കാട്ടി നിന്നു. मदर तेरेसा ने वो जो थूक पोंछ कर कहा, मुझे जो देना था आपने तोहफा दे दिया, अब मेरे बच्चों के लिए कुछ दे दो। ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ ഇരുന്ന് അങ്ങ് സ്പിരിച്വൽ ആകുകയല്ല, എന്നാൽ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്, ചില ചുമതലകൾ നിർവഹിപ്പാനുണ്ട്, ദൈവം അതിനുവേണ്ടി നമ്മെ നിയോഗിച്ചിരിക്കുകയാണ്. അതാണ് ദ ഫുൾനെസ് ഓഫ് ഗോഡിലോട്ട് വരേണ്ടത്. आत्मिकता का मतलब जब जो यहाँ बैठकर आत्मिकता को दिखाना नहीं, लेकिन हमें उद्देश्य दिया गया है, कुछ कार्य करना है, सेवा करना है, और वो परमेश्वर की परिपूर्णता से भरपूर होना है। നിങ്ങൾ എന്നോട് ചോദിച്ചാൽ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ, സ്പിരിച്വാലിറ്റി ഈസ് എ സബ്മിഷൻ ഫോർ ദ ലോർഡ്. अगर आप मुझसे पूछते हैं कि आत्मिकता क्या है, तो आत्मिकता परमेश्वर के लिए समर्पित हो जाना है। എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നതാ ആത്മീയത. परमेश्वर आपकी इच्छा मेरे साथ पूरा हो, ऐसा समर्पण करना है. അങ്ങനെ സമർപ്പിക്കുന്നതിൽ ദൈവത്തിന്റെ പദ്ധതികളുണ്ട്, വഴികളുണ്ട്. ऐसा अगर समर्पण करते हैं तो परमेश्वर के लिए मार्ग है, परमेश्वर का उद्देश्य और योजना है. അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും അതീതമാണ്. वो हमारे विचार और हमारे ज्ञान के परे है. ഞാൻ അതുകൊണ്ട് പറയുന്നത് സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ഡൂയിങ് ഗുഡ് വർക്ക്, ബട്ട് ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ഗോഡ് ദാറ്റ് ഐ ആം ഡൂയിങ്. इसलिए मैं कहता हूँ आत्मिकता जो है ये भला काम करना नहीं है, लेकिन वो काम है जो परमेश्वर का काम नहीं करता. നമ്മുടെ ജീവിതത്തില് വാസ്തവത്തില് ഒരു ആത്മീയനായിട്ട് ജീവിപ്പാൻ, ആ ഫുൾനെസ്സിലോട്ട് വരാനായിട്ട് കർത്താവ് സഹായിക്കേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം. हमारे जीवन में परमेश्वर की उस भरपूरी पे आने के लिए, उस सही आत्मिकता को पाने के लिए हम प्रार्थना करें. അങ്ങനെയെന്ന് വരികില് സ്പിരിച്വാലിറ്റിയുടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തും. अगर ऐसा है तो आत्मिकता के बारे में 3 बातें बताकर मेरे बात को यहाँ समाप्त करूंगा. ഒന്ന്, स्पिरिचुअलिटी इज ए डिटैचमेंट फ्रॉम द वर्ल्ड. आत्मिकता संसार से अलग होना है. നമുക്ക് എത്രമാത്രം ഡിറ്റാച്ച് ചെയ്യാനായിട്ട് കഴിയും ഈ ലോകത്തിൽ നിന്ന്? हम इस संसार से कितना अलग हो सकते हैं? റോമാലേഖനം 12 അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചു, 1-2 വായിക്കാം. रोमर की पत्री 12 उसका 1 और 2 पढ़ेंगे. ഈ ലോകത്തിന് അനുരൂപരാകാതെ ഇതൊരു സമർപ്പണത്തിന്റെ കാര്യമാ പറയുന്നത്. एक समर्पण का बात यहाँ बताया है. ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് ആവശ്യം. एक अलगावट हमें जरूरी है. ഈ ഡിറ്റാച്ച്മെന്റ് ഈ ലോകത്തു നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് നമുക്ക് ആവശ്യം. और ये अलगावट संसार से अलग होने की. നിങ്ങളെ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല, എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാ. आप ये संसार के लोगों के लिए नहीं, परमेश्वर के लिए जीने वाले लोग. അതിനു വേണ്ടിയുള്ള സമർപ്പണമാണ് ദൈവം ചോദിക്കുന്നത്. और उसके लिए समर्पण परमेश्वर पूछता है. നമ്മൾ എത്ര പറഞ്ഞാലും മാക്സിമം ഈ ലോകത്തെ ഇങ്ങനെ ഭയങ്കര പറ്റിപ്പിടിച്ചിരിക്കുന്നവരാ. हम जितना भी बोले, हम जितना हो सके हम इस संसार को थामे रखते हैं. എന്റെ അമ്മയുടെ അനിയത്തി ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അത് അവര് 86-87 വയസ്സിലാണ് മരിച്ചത്. आपकी मम्मी की छोटी बहन जो है उनके साथ रहते थे. लगभग 86-85 साल में वो मरी. ഞങ്ങൾ കൊച്ചമ്മ എന്നാ വിളിക്കുന്നത്. और वो कोचम्मा बुलाते थे. കൊച്ചമ്മ ആര് വന്നാലും ചോദിക്കും, പതുക്കെ കൊച്ചമ്മയുടെ അടുത്തോട്ട് വിളിക്കും, എന്നിട്ട് ചോദിക്കും നിങ്ങളെ സുഖമായിരിക്കുന്നോ? कोई भी मिलने के लिए आते तो उनको पास बुलाकर बोलती आप लोग ठीक हो? ജോലി ഉണ്ടോ? नौकरी है? എത്ര ശമ്പളം കിട്ടുന്നത്? तनख्वाह कितना मिलता है? കല്യാണം കഴിച്ചോ? शादी हुआ? എത്ര മക്കളുണ്ട്? कितने बच्चे हैं? മുതിർന്നോ? बड़े हैं? പിന്നെ ചോദിക്കും സ്ഥലമുണ്ടോ? फिर पूछेंगे जगह है? എത്ര തെങ്ങുണ്ട്? അമ്മയുടെ കൊച്ചമ്മയുടെ ചോദ്യങ്ങൾ എല്ലാം ഈ ലോകത്തിന്റെ കാര്യങ്ങളേ ഉള്ളൂ. और उनका जितने भी सवाल था वो सब ये सांसारिक सवाल होते थे. അപ്പൊ ഞാൻ കൊച്ചമ്മോട് പറയും, കൊച്ചമ്മ എന്തിനാണ് ഇത് അറിഞ്ഞിട്ട്
നീ അവർക്ക് 10 അല്ല 20 തേങ്ങ ഉണ്ടാകട്ടെ, അതിന് എന്നാ കുഴപ്പം എന്നാ? मैं पूछता हूँ कि क्यों आपको ये सब जानना है? उनका 10 या 20 नारियल होने दो, आपको क्या मसला है? കൊച്ചമ്മയ്ക്ക് അപ്പോഴും ഒക്കെ അറിയേണ്ടത് എന്തോ ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. मुझे बस जानना है इसलिए पूछती हूँ. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിന്റെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാ. हम कई बार इस संसार के बारे में विचार करके आगे बढ़ने वाले लोग हैं. Can we be people? I mean, നമുക്ക് ഈ ഡിറ്റാച്ച്മെന്റ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയുമോ? ये अलगावट, संसार से अलग होना, वो कितना है, क्या हम परख सकते हैं? എനിക്ക് ഈ ലോകത്തിനോടുള്ള ചിന്തയിലല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? क्या हम कह सकते हैं मैं इस संसार के विषय में विचार या चिंता नहीं करता? ഇത് ഞാൻ പറയുന്നത് ഇവിടെ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധം നമ്മിലുണ്ടോ? केवल यहाँ ही नहीं, लेकिन हमारे रोजमर्रा के जीवन में क्या ऐसी मकसद हमारा है? നമ്മളെല്ലാവരും തമ്മിൽ കൂടുമ്പോൾ ആദ്യം ചോദിക്കുന്ന എത്ര അച്ചീവ്മെന്റ് ഉണ്ട്, എത്ര കാര്യങ്ങള് ഇങ്ങനെ എല്ലാം ഇവിടുത്തെ കാര്യങ്ങളല്ലേ हम ചോദിക്കുന്നത്. आपस में मिलते हैं तो क्या पूछते हैं, क्या हासिल किया, क्या पाया है, सब यही के बारे में, संसार के बारे में सवाल करते हैं. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടോ? लेकिन हमारे जीवन में कितना परमेश्वर के नजदीक आ पाए, क्या ये सवाल करते हैं? റാന്നിയിലുള്ള എൻ്റെ സഭയില് ഒരു വിശ്വാസി മോളുടെ കല്യാണമൊക്കെ അടുത്തു. കല്യാണം ഉറക്കാനായിട്ട് വരിക. और रानी में आपके कलीसिया में से एक लड़की थी जिसका शादी तय किया गया था और शादी की मंगनी के लिए वो लोग आ रहे थे. അപ്പോൾ എന്നെ വിളിച്ചേച്ചു പറഞ്ഞു, സാറെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. तो मुझे बुलाकर बोला, सर आप थोड़ा मदद करना. അത് ഞാൻ ചോദിച്ചു, എന്നാ ഹെൽപ്പ് വേണ്ടിയത്? मैंने पूछा क्या मदद चाहिए? ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ചോദിക്കുന്നത്, നിന്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായ ഉന്നതികൾ എന്താണ്, എവിടെയൊക്കെയാണ് നിനക്ക് ദൈവസന്നിധിയിൽ നിന്നെ സമർപ്പിക്കാൻ കഴിയുന്ന ചോദിക്കുന്നത്. तो वो लड़का पूछ रहा है आत्मिक जीवन में तो क्या उन्नति पाई है और अपने जीवन में वो कौन सी पहलू है जो तूने समर्पण किया है. പുള്ളിക്കാരൻ എപ്പോ ഫോണിൽ വിളിച്ചാലും പറയുന്നത് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഇന്ന് ഏതാ ഭാഗം വായിച്ച് ഏതാ ധ്യാനിച്ച് ഇതൊക്കെയാ ചോദിക്കുന്നത്. और जब भी फोन करता है तो पूछता है कि आज तुमने कौन सा अध्याय पढ़ा, आज क्या मनन किया. ഞാൻ ചോദിച്ചു, അതിന് ഞാൻ എന്നാ ഉത്തരം പറയണ്ടേ? നീ അല്ലേ ഇത് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യണ്ടേ? तो मैंने बोला उसके लिए मैं क्या उत्तर दूं, तुझे पढ़ना है, तुझे मनन करना है. എന്നോട് പറഞ്ഞു ഒരു ഗൈഡൻസ് താ, എന്നാലല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ. तो मुझसे कहती है कि तुझे थोड़ा गाइडेंस तो ही मैं पढ़ पाऊंगी. നമ്മുടെ സഭയില് പ്രാർത്ഥനയ്ക്ക് വരുന്നവളാണ്, ആരാധനയ്ക്ക് വരുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ആഴ്ചത്തെ പിന്നെ സങ്കീർത്തനം പാസ്റ്റർ ഏതാ വായിച്ചെന്ന് ഓർമ്മയുണ്ടോ? हमारे कलीसिया में आने वाली है, हर मीटिंग में आती है. तो मैंने पूछा इस हफ्ते कौन सा भजन हमने गाया था? അത് ഓർമ്മയില്ല. वो याद नहीं है. മെസ്സേജ് ഓർമ്മയുണ്ടോ? संदेश याद है? അത് ഓർമ്മയില്ല. वो भी याद नहीं है. അപ്പൊ ഞാൻ പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്? मैंने पूछा क्यों गई थी कलीसिया? വെറുതെ ചെന്ന് ഇരുന്നതാ. बस जाके बैठी. അവിടുത്തെ ഞാൻ പറഞ്ഞു, അതല്ല, നീ വാസ്തവത്തിൽ ദൈവവചനം ധ്യാനിക്കണം, അതിനു വേണ്ടിയുള്ള അവസരങ്ങളായിട്ട് നിന്നെ വിനിയോഗിക്കണം. मैंने कहा परमेश्वर का वचन को तू मनन करना है, उसके लिए इन अवसरों का इस्तेमाल करना है. ദൈവകൃപയാലെ അവൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. परमेश्वर की दया से उसमें बहुत बदलावट हुआ. ഞാൻ പറഞ്ഞു ഒരു തയ്യാറെടുപ്പ് വേണം. എന്നിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. പിന്നെ പേഴ്സണലി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് പറയുന്നത്, ഓ ഇങ്ങനെ ആത്മീയം വളരണല്ലേ. मैंने कहा बहुत सी बातें उससे की, इस तरह से आत्मिकता को बढ़ाना है. हमने थोड़ी चर्चा किया, बाद में निजी अवस्था में उससे मिला, तब बोलती अच्छा इस तरह से आत्मिक उन्नति होता है. നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് ഈ ലോകത്തോട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിലെ ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയുള്ളൂ. हम इस संसार के साथ अलग होते हैं तो ही परमेश्वर में आत्मिकता में हम बढ़ सकते हैं. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 4:22. पत्री 4 का 22 को पढ़े. कि तुम पिछले चाल चलन की पुराने मनुष्यों को जो भरमाने वाले अभिलाषों के अनुसार भ्रष्ट हो जाता है उतार डालो. ആ മുമ്പത്തെ നടപ്പ് സംബന്ധിച്ച് ആ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളേ. ഇവിടെ പുതുമനുഷ്യനെ ധരിക്കുന്നതാണ് ആത്മീയതയുടെ ആരംഭം. यहाँ पर नए मनुष्यत्व का धारण करना आत्मिकता का आरंभ है. ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുതുമനുഷ്യനെ ധരിക്കാൻ പറ്റുള്ളൂ. एक अलगावट होगा तो ही नए मनुष्य को हम पहन सकते हैं. ഇത് ഞാൻ ചിലപ്പോ പറയണ്ട, ചിലര് പഴയ ഷർട്ടും ഉണ്ട്, അതിന്റെ മേളിൽ വേറെ ഒരെണ്ണം കൊണ്ട് ഇട്ടിട്ടുണ്ട്. कई बार मैं अक्सर कहता हूँ कुछ लोग है पुराने कमीज के ऊपर नया कमीज पहनते हैं. അപ്പോൾ ഉണ്ടാകുന്ന എന്നാന്ന് വെച്ചാല് പുറമേ കാണുന്നെങ്കിലും ഉള്ളില് വേറെ ഉണ്ട്. तो बाहर से कुछ दिखता है लेकिन अंदर तब भी कुछ है. എന്നാല് പഴയത് മുഴുവൻ ഉപേക്ഷിച്ച്
പുതു മനുഷ്യനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? लेकिन पुराना पूर्ण तौर से निकालकर नए मनुष्य को क्या हम स्वीकार कर सकते हैं? ഇത് ഡോക്ടർ C.S. ലൂയിസ് എന്ന് പറഞ്ഞ അദ്ദേഹം മിയർ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. डॉक्टर C.S. लुईस ने मियर क्रिश्चियनिटी नामक एक किताब लिखा. ആ പുസ്തകത്തിനകത്ത് പറയുന്നത് ഒരാളോട് ഒരു യജമാനൻ വന്നിട്ട് പറയാണ്, എടോ ഈ മരം നിങ്ങൾ അവിടുന്ന് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ കൊമ്പിറക്കിക്കൊണ്ട് കാര്യം നടക്കുമോ? अभी अगर उसने ये एक उदाहरण दिया है, अगर एक मालिक आकर नौकरों से कहता है कि उस पेड़ को वहां से हटा दो, तो सिर्फ उसकी डालियां हटाने से क्या काम चलेगा? അല്ല, അതിന്റെ കടയില് നിങ്ങൾ മുറിച്ചു കളഞ്ഞോണ്ട് കാര്യമായോ? या फिर केवल उसको बीच में से थोड़ा काट दो तो काम होगा? അത് വീണ്ടും കളിക്കും. वो फिर से उगेगा. എന്നാൽ മാറ്റണമെന്ന് പറയുന്നത് റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടത്, അതിന് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുക വേണ്ടി. लेकिन पेड़ को हटाने का मतलब है उसको जड़ से निकाल कर अलग करना. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? हमारे जीवन को पूर्ण रूप से परमेश्वर में क्या हम दे सकते हैं? എബ്രാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ എനിക്ക് കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകാം. अब्राहम से परमेश्वर ने कहा, अपने लोगों को, पिता के घराने को, अपनी जगह को सब छोड़कर मैं जो देश तुम्हें दिखाऊंगा उस और निकल पड़ो. മുഴുവനും വിട്ടേച്ച് യാത്ര ചെയ്യുക. सब कुछ छोड़कर सफर के लिए निकला. അപ്പോൾ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കാൻ പോകുന്നത്? अब कैसे चलेगा? ദൈവം നടത്തും, परमेश्वर चलाएगा. ദൈവം വിശ്വസ്തൻ. परमेश्वर विश्वास. ആ നിറവിന്റെ അനുഭവത്തിലോട്ടാ കടന്നു വരേണ്ടത്. ആ ഫുൾനെസ് ആ നമുക്ക് വേണ്ടിയത്. उस भरपूरी के अनुभव तक हमको आना है, वो परिपूर्णता हमको पाना है. ഇത് 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. 17वां आयत, इसलिए मैं यह कहता हूँ कि प्रभु में आग्रह करता हूँ कि जैसे अन्य जातियां लोग अपने मन की अनर्थ रीति पर चलते हैं, तुम अब फिर से ना चलो. അപ്പോൾ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ പഴയ രീതിയിലുള്ള നമ്മുടെ എല്ലാ ഡിറ്റാച്ച്മെന്റ് ആവശ്യം. तो अलग होने का मतलब है हमारे पुराने हर वस्तु से, हर चीज से हमको अलग होना है. നമ്മുടെ പ്രശ്നം എന്നാന്ന് വെച്ചാല് നമ്മള് ഇത് പലതും വിടാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, കാരണം അത് നമ്മെ പറ്റിപ്പിടിച്ചിരിക്കുക. हमारी समस्या क्या है? बहुत से चीजों को हम छोड़ नहीं पाते. क्यों? क्योंकि वो हमारे साथ लगा हुआ है, चिपका हुआ है. ഈ ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് होशेया 5:4, അവർ 5:4 उसके काम में उन्हें अपने परमेश्वर की आगे सुनते नहीं, क्योंकि छिनाला करने वाली आत्मा उनमें रहती है और वे यहोवा को नहीं जानते. അവർ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവർത്തികൾ സമ്മതിക്കുന്നില്ല. परमेश्वर के पास वापस आने के लिए उनका काम उन्हें अनुमति नहीं देता. പരസംഗ മോഹം അവരുടെ ഉള്ളിലുണ്ട്. वो छिनाला करती है. അവർ യഹോവയെ അറിയുന്നില്ല. वो परमेश्वर को नहीं जानते. എന്താണ്? കർത്താവിനോട് അറ്റാച്ച്ഡ് ആകാനായിട്ട് പറ്റുന്നില്ല. परमेश्वर के साथ जुड़ नहीं पा रहे. ഡിറ്റാച്ച്ഡ് ആയിട്ട് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. अलग हो गए लेकिन अभी पूर्ण रूप से आ नहीं पाते. പഴയ സ്വഭാവവും പഴയ രീതികളും പലപ്പോഴും മനസ്സിനകത്ത് കിടക്കുക. पुराना स्वभाव और पुराने रीति रिवाज आज भी मन में है. നമുക്ക് ദൈവത്തോട് പറയണം, കർത്താവേ ചേഞ്ച് മീ എന്ന് പറയാൻ പറ്റും. परमेश्वर से हमें कहना है, मुझे बदल दो. എന്നിട്ട് ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരാൻ പറ്റുമോ? उसके बाद पूर्ण तौर से अलग हुआ एक जीवन में हम आ सकते हैं क्या? അപ്പോൾ സ്പിരിച്വാലിറ്റി ഒന്ന് ഡിറ്റാച്ച്മെന്റാ, तो स्पिरिचुअलिटी या आत्मिकता एक अलग होना है, രണ്ടാമത് അറ്റാച്ച്മെന്റാ. और दूसरा है एक होना. ഇത് നമ്മൾ ഡിറ്റാച്ച്ഡ് ആണ് പലപ്പോഴും എന്ന് വിചാരിക്കുക, പക്ഷെ അറ്റാച്ച്ഡ് അല്ലെങ്കിലോ? मान लो अगर कई बार हम अलग है लेकिन एक नहीं हुए हैं. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. रोमर की पत्री 14:13. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. तो परमेश्वर का धारण कर लो और अभिलाषा या लोभ ना आए, इसके लिए शरीर के लिए ना करो. എങ്ങനെയാണ് നമ്മളെ അറ്റാച്ച്ഡ് ആകാൻ പറ്റണേ? कैसे हम परमेश्वर से जुड़ सकते हैं? ഇവിടെ റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് നിങ്ങൾ വാസ്തവത്തില്
നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല കേട്ടോ. അത് ദൈവ സാന്നിധ്യം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റും. रोमर की पत्री 13:14 में लिखा है कि वहां पे तुम अपने मन को जो है नियंत्रित नहीं कर सकते, तो परमेश्वर की आत्मा को दे दो, वो तुम्हें काबू में लाएगा। ദൈവം ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് കൂടെ ഒരു ഇന്റിമസിക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. परमेश्वर पूछता है मेरे साथ एक होने के लिए क्या तुम में इच्छा है? ആ ഇന്റിമസി ഇല്ലെന്ന് വരികില് നമ്മൾ പലപ്പോഴും പഴയതിലോട്ട് തന്നെ തിരിച്ചു പോകും. और वो इंटीमेसी या वो एक होना नहीं है तो हम पुराने में वापस जाएंगे। ആ ഇന്റിമസിയെ കുറിച്ച് പറഞ്ഞപ്പോഴാ പറഞ്ഞ് ഇത് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. और तब बोला कि विचार हो इसलिए लुचपन की बातों को ना विचार करे। ഇത് നമുക്ക് വാസ്തവത്തില് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. हमें इच्छा है लेकिन कई बार होता नहीं। ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു പുള്ളിക്കാരനെ അദ്ദേഹത്തിന് ബീഡി വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് നല്ലോണം അറിയാം. एक विश्वासी व्यक्ति को सिगरेट पीना, बीड़ी पीना गलत है, वो जानता है। പക്ഷെ പുള്ളിയുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? लेकिन उसकी समस्या क्या है? ഇത് തെറ്റാണെന്ന് പുള്ളിയുടെ മക്കളെ പുള്ളി അടിച്ചു പഠിപ്പിക്കും. और ये अपने बच्चों को सिखाएगा, मार के सिखाएगा कि ये गलत है, അപ്പോഴും വായില് ബീഡിയുണ്ട്. लेकिन तब भी मुंह में बीड़ी होगा। തെറ്റാണെന്ന് പുള്ളിക്ക് അറിയാം, അത് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മക്കള് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എന്റെ അപ്പനെ സത്യം അറിയാവുന്ന ആളെ, പക്ഷെ അതുപോലെ ജീവിച്ചില്ല എന്ന്. गलत हो मालूम है तो भी नहीं करते, बच्चों को सिखाते भी है। उनकी जब ध्यान वो मृत्यु हो गया तो बच्चों ने उठकर ये गवाही दिया कि वो सत्य को जानते थे लेकिन कभी चले नहीं। ഇത് നമ്മൾ പുറമേ ഉള്ള കുറെ കാര്യങ്ങളാന്ന് വിചാരിച്ചോ? वो बाहर का विषय है ऐसा विचार करना। എന്നാൽ ഹൃദയത്തിനകത്ത് വാസ്തവത്തിൽ ദൈവത്തിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ടോ? हृदय के अंदर क्या वास्तव में परमेश्वर को हमने रख छोड़ा है, परमेश्वर को हमने समर्पित किया है? നാം ആത്മാവിനാൽ ജീവിക്കുന്നുണ്ടോ? क्या हम आत्मा के द्वारा जीते हैं? അങ്ങനെയെന്ന് വരികിൽ മാത്രമേ ജഡത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. अगर ऐसा हो तो ही शरीर की बातों को हम छोड़ सकते हैं। പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുമ്പോഴാണ് ജഡത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് കഴിയുന്നത്. पवित्र आत्मा का भरपूरी जब पाते हैं तो शारीरिक बातों को हम बाहर छोड़ देते हैं। ഞാന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഉള്ള ചിലർക്ക് ഇങ്ങനെ വചനം പറഞ്ഞു കൊടുക്കുകയും അവിടെ ചില ക്ലാസ്സുകളൊക്കെ എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. मेडिकल कॉलेज में वहाँ पे कुछ लोगों को मैं वचन बांटता हूँ, कुछ लोगों का मैं वहाँ पर बाइबल क्लास लेता हूँ। അവിടെ വളരെ ഇതായിട്ട് എന്നോട് കൂടെ വരികയൊക്കെ ചെയ്യുന്ന ഒരു MD-ക്ക് പഠിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. और वहाँ बहुत ही साथ में रहने वाले और MD के लिए सीखने वाले एक व्यक्ति था। വളരെ നല്ല സമർപ്പണമായിട്ട് എനിക്ക് അന്ന് തോന്നിയത്. और मुझे ऐसा लगा कि बहुत समर्पित था। ഒരു ദിവസം എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, സാറേ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞാനൊരു വലിയ ട്രാപ്പിൽ വീണിരിക്കുകയാണ്. एक दिन मुझे बुलाकर बोला कि सर मेरे लिए प्रार्थना करना, मैं बहुत बुरा फंस चुका हूँ। അന്ന് കാലത്ത് നമുക്ക് ഈ കമ്പ്യൂട്ടർ കഫേകളുണ്ട്, അതിനകത്ത് പോയിട്ടാണ് കമ്പ്യൂട്ടറൊക്കെ നോക്കുന്നത്. उस समय में कंप्यूटर कफे का जमाना था, उसमें जाकर इंटरनेट वगैरह ब्राउज करते थे। അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ പറ്റി സാറ് വിവരം പറ. मैंने कहा कि सर क्या हुआ? അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി കഫേയിൽ കയറി, എന്നിട്ട് 9 മണിക്ക് ആ കഫേ അടയ്ക്കേണ്ടതാ. പക്ഷെ ഞാനൊരു സൈറ്റ്, ഞാൻ റൂമിൽ ചെന്നപ്പോ ഞാൻ ആ ഇതിനകത്ത് ചെന്നപ്പോ വേറൊരു സൈറ്റ് തുറന്നു കണ്ടു. ഞാൻ അതിലിരുന്നു. സമയം 9:30 ആയപ്പോൾ അദ്ദേഹം എന്നെ വന്നിച്ച് പറഞ്ഞു, ഷട്ട് ഡൗൺ ചെയ്യുക, എനിക്ക് അടച്ചേച്ച് പോകണമെന്ന്. तो कहा कि मैं वहां पर उस कफे में गया, जब उस कंप्यूटर में गया वहां पे एक साइट चल रहा था, मैं उसको देखता रहा और 9:30 दुकान बंद होने का समय हुआ तो मालिक आकर मुझे बोला कि दुकान बंद करना है, शट डाउन करके निकल जाओ। അപ്പൊ അതിന് സാർ അതുപോലെ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. तो मैंने बोला आपने ऐसा किया नहीं किया? പ്രശ്നം അവിടെയല്ല. मैंने बोला कि समस्या वो नहीं है। അപ്പൊ ഓപ്പൺ ആയിട്ടിരുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട സൈറ്റാ. तो जो साइट उस समय खुला था वो बहुत बुरा साइट था। അദ്ദേഹത്തോട് ഈ കഫേ നടത്തുന്നവനോട് പലപ്പോഴും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് പിന്നെ എന്നെ കുറിച്ച് എന്താ തോന്നുന്നത്. उस कफे चलाने वालों को बहुत बार मैंने सुसमाचार सुनाया है, अब वो मेरे बारे में क्या सोचता होगा? ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, कहने का तात्पर्य है ഇന്ന് ഏത് സൈറ്റിലോട്ടും പോകാനായിട്ട് ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു പൈശാചികനുണ്ട്. आज कोई भी साइट में जाने के लिए हमारे हाथ में ये शैतानी ताकत है। ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് ഒരിക്കല് നമ്മൾ വളരെ അബദ്ധത്തിലാണ് യാത്ര अगर ചെയ്യുന്നത്. इसका नियंत्रण करना हम नहीं जानते तो हम बहुत ही गलत मार्ग में हैं। ഞാൻ വിവാഹം നടത്തുമ്പോഴെല്ലാം ആ ഭാര്യയോടും ഭർത്താവിനോടും ചോദിക്കാറുണ്ട്, നിന്റെ ഫോണ് നിന്റെ ഭർത്താവിന്, നിന്റെ ഫോണ് നിന്റെ ഭാര്യയ്ക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ആ ലോക്കൊക്കെ അഴിച്ചേച്ച് അവളുടെ കയ്യും അവന്റെ കയ്യും കൊടുക്കാവോ എന്ന്. तो शादी कराते समय मैं दोनों से कहता हूँ कि लड़का और लड़की से कि तुम अपने फोन को अनलॉक करके एक दूसरे को क्या दे सकते हैं। ഇനി നിനക്ക് വരുന്ന മെസ്സേജസ് എല്ലാം അദ്ദേഹം കാണട്ടെ, അദ്ദേഹത്തിന് വരുന്ന മെസ്സേജ് നീയും കൂടെ കാണട്ടെ. और तेरे लिए जो भी मैसेज आता है वो तेरा पति देखे, पत्नी के लिए जो मैसेज आता है वो तू देखे। നീ തീരുമാനിക്കണം എത്ര സമയം നിങ്ങൾ ഈ മൊബൈലായിട്ട് ഇരിക്കണമെന്ന്. तुम निर्णय
निर्णय लेना कितने समय इस मोबाइल के साथ बैठना है। എന്നോട് പറഞ്ഞു ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോയപ്പോ പറഞ്ഞു രണ്ടുപേരിരുന്ന് തോണ്ടുക, രണ്ടുപേർക്ക് സംസാരിക്കാൻ സമയമില്ല. एक फैमिली काउंसलिंग के लिए गया तो वहां पर दोनों फोन पे है, बात करने का समय नहीं है, ഒന്നിനും സമയമില്ല. किसी के लिए समय नहीं है। അദ്ദേഹം ഒന്നിലിരിക്കുന്നു, ഇവര് വേറെ ഒന്നിൽ പോയിരിക്കുന്നു. पत्नी एक फोन में है, पति एक फोन में है। ഒരു കൊറിയൻ ഫാമിലി അവരെ കൗൺസിലിങ്ങിന് വേണ്ടി ഞാൻ US ഉണ്ടായിരുന്നപ്പോൾ അവരെ കൗൺസിലിങ്ങിന് വിളിച്ചു. എന്നാ കാര്യം എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന് എന്നെ വേണ്ട, ആ മൊബൈല് ഇത് നെറ്റിൽ വരുന്ന ഒരു പെണ്ണുണ്ട്, അവരുമായിട്ടാണ് എപ്പോഴും ചാറ്റിങ്ങും വർത്തമാനവും, ഇത് മാത്രമേ ഉള്ളൂ, എന്നെ അദ്ദേഹത്തിന് വേണ്ട. एक कोरियन फैमिली को काउंसलिंग करने गया, समस्या क्या है पूछा तो वो मुझे पसंद नहीं करते, नेट में कोई लड़की आती है उन्हीं के साथ बात करते हैं, उन्हीं के साथ हमेशा रहते हैं। തീപ്പെട്ടി വലിപ്പമേ ഉള്ളൂ ഈ സാധനം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പിശാചായി മാറുന്നത്. എന്നോട് ഒരുത്തൻ പറഞ്ഞ എന്നാന്ന് വെച്ചാല്, അവൾ ഈ ഫോൺ എന്ന് താഴെ വെക്കുന്നു എങ്കിൽ അവൾ എന്റെ ഭാര്യയായിട്ട് ഇരുന്നാ മതിയെന്ന്. एक व्यक्ति ने मुझसे कहा जब वो मेरी पत्नी अपने फोन को नीचे रखेगी केवल तब वो मेरी पत्नी होगी। ഞാൻ പറയുന്നത് നമുക്ക് ഇതിനോട് ഡിറ്റാച്ച്മെന്റ് പറ്റുന്നില്ല, നമ്മളെ അധികം അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഫോണിനോടാ. कहने का तात्पर्य हम इससे अलग नहीं हो पाते और हम ज्यादातर फोन के साथ जुड़े हुए हैं। ഞാനൊരു പെങ്കൊച്ച് കല്യാണം നടന്നിട്ടില്ല, അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ആ ഫോണ് ഞാനൊരു 2 ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ തിരിച്ചു തരാമെന്ന്. एक लड़की थी, उनका शादी का तैयारी चल रहा था, तो मैंने कहा आपका फोन मुझे दे दो, 2 दिन इस्तेमाल करके मैं आपको दूंगी। മുട്ടം ഭയങ്കര ശബ്ദത്തിൽ കരഞ്ഞു, എന്റെ ലൈഫാണിത്, ഇത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. जोर से रोने लगे कि ये मेरी जिंदगी है, ये ले जाने के लिए मैं अनुमति नहीं दूंगी। ഞാനിത് പറഞ്ഞത് ഇത് എത്രമാത്രം നമുക്ക് തെറ്റായ ലൈഫ് സ്റ്റൈലിലൂടെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. कहने का तात्पर्य कितना गलत रीति में यहाँ ले जाता है। നമ്മള് കർത്താവിനോട് അറ്റാച്ച്ഡ് ആയി വരേണ്ടതിന് പകരമായിട്ട് ഈ ലോകത്തോട് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് വരിക. परमेश्वर के साथ अटैच होने की जगह पे हम संसार के साथ अटैच हो जाते हैं। നമുക്ക് ഡിറ്റാച്ച്മെന്റ് ആണ് ദൈവം താല്പര്യപ്പെടുന്നത്. परमेश्वर चाहते हैं कि हम अलग हो। ഇത് 119 സങ്കീർത്തനത്തിന്റെ 47 വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമാകുന്നു. भजन संहिता 119 उसका 47 में लिखा है कि मैं तेरे विधियों में जो है प्रसन्न होता हूँ, वो मेरे लिए प्रीति रखता है। വാസ്തവത്തിൽ നമുക്ക് ദൈവവചനത്തോടുള്ള താല്പര്യം എത്രയുണ്ടെന്ന് ചോദിക്കണം. सचमुच में परमेश्वर के वचन के प्रति हमारी इच्छा कितनी है। ഈ വചനം നമ്മൾ ധ്യാനിക്കാനായിട്ട് എത്രമാത്രം സമയം എടുക്കുന്നുണ്ട്. ये वचन मनन करने के लिए हम कितना समय लेते हैं। ഇത് പലപ്പോഴും നടക്കുന്നത് എന്നാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എനിക്ക് സാധിക്കണം, क्योंकि कुछ कार्य मेरे लिए होना है, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ദിവസം പ്രാർത്ഥിക്കാം. तो कुछ दिन प्रार्थना कर। ഞാൻ ഒരു സഹോദരനെ, അദ്ദേഹം കായംകുളം ഭാഗത്തുള്ള ഒരാളാ, ആ പുള്ളി എന്നോട് പറഞ്ഞു, സാറേ ആകെ കശപിശയായി, ഇനി ഞാൻ 3 ദിവസം ഉപവാസം പിടിക്കാൻ പോകും, എന്നിട്ട് റെഡിയാക്കാൻ പോവാ. एक भाई ने मुझसे कहा कि कायमकुलम में रहने वाला व्यक्ति था, कहा कि बहुत लफड़ा हो चुका है, अब 3 दिन प्रार्थना करने वाला और फिर सब कुछ वापस लूंगा। എന്റെ ചോദ്യം മുഴുവൻ 3 ദിവസം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ ഒക്കുമോ? ഇത് मेरा सवाल 3 दिन में क्या तो ये सब सही कर सकता है? ഇത് വീണ്ടും തിരിച്ചു പോവില്ലയോ? ये फिर से जाएगा ना? എന്നാ വാസ്തവത്തിൽ വചനത്തിൽ ധ്യാനിക്കുക, വചനം എന്റെ ആനന്ദമായിട്ട് മാറാനായിട്ട് കഴിയുമോ? लेकिन वचन को पढ़ लो, वचन में मनन हो जाओ और वचन को अपना आनंद बनाओ। ഇത് 37 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. वचन संहिता 37 का 4 देखिए, 37 का 4। യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. परमेश्वर में ही आनंद पाओ। നമ്മളെ 2-ാം ഭാഗമാണ് നമുക്ക് ഏറെ ഇഷ്ടമുള്ളത്. दूसरा भाग हमें अच्छा लगता है, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം തരണമെന്ന്. मेरे हृदय की मनोरथ को पूरा करता है। ആദ്യത്തേത് ഉണ്ടെങ്കിലേ 2-ാമത്തേത് സാധ്യമുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. पहला भाग है तो ही दूसरा भाग है, ये नहीं भूलना। നമുക്ക് ദൈവസേനയിൽ ഉറക്കേണ്ടത്, കർത്താവ് ഈ നാളുകളില് എനിക്ക് അങ്ങയോടുള്ള സ്നേഹം, അങ്ങയുടെ വചനത്തോടുള്ള ഭക്തി, അത് എന്റേതാക്കാനായിട്ട് എനിക്ക് കൃപ നൽകേണ്ടതെന്നാ പ്രാർത്ഥിക്കേണ്ടത്. प्रार्थना करना है, परमेश्वर के प्रति जो प्रेम है और वचन में जो भक्ति है वो मैं अपना बना लूं, ये प्रार्थना चाहिए। അതിനുള്ള സമർപ്പണം ഉണ്ടോ? उसके लिए क्या समर्पण है? ഇവിടെ ഇത് നിന്റെ എന്താണ് 4-ാം വാക്യത്തില്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. यहोवा का ही अपना सुख का मूल जाल, वो तेरे मनोरथों को पूरा करेगा। നമ്മുടെ ലക്ഷ്യം മാറി തരണം കർത്താവേ. हमारा मकसद को बदल। ഈ ലോകത്തോടുള്ള എന്റെ അറ്റാച്ച്മെന്റ് മാറിയിട്ട്
അങ്ങയോടുള്ള അറ്റാച്ച്മെന്റ് ആയിട്ട് എനിക്ക് മാറണം. ये संसार के प्रति जो मेरा लगावट है वो तोड़कर मुझे परमेश्वर के साथ जुड़ना है। ദൈവം താല്പര്യപ്പെടുന്ന ഒരു ഇന്റിമേറ്റ് വാക്ക് വിത്ത് യു. परमेश्वर चाहते हैं कि एक होकर चलना। അതിന് ഇത് നിങ്ങളെ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ആവർത്തന പുസ്തകം 30:20. व्यवस्था विवरण 30:20. ജീവിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകും. 3 കാര്യങ്ങളാ പറഞ്ഞ. यहाँ पर 3 बातें बताया है। इसलिए अपने परमेश्वर यहोवा से प्रेम करो और उसकी बात मानो और उससे लिपटे रहो, क्योंकि तेरा जीवन और दीर्घ जीवन यही है। और ऐसा करने से इस देश को यहोवा ने अब्राहम, इसहाक और याकूब के पूर्वजों को देने को शपथ खाई थी। സ്നേഹിക്കണം, प्रेम करना, കേട്ടനുസരിക്കണം, बात मानना അവനോട് മാത്രം ചേർന്നിരിക്കണം. और लिपटे रहना, അതാണ് ജീവൻ. ये जीवन है। കർത്താവ് പറയുന്നത് എനിക്ക് നിന്നോട് കൂടെ ആ ഫുൾനെസ്സിലോട്ട് തന്നെ നയിപ്പാൻ താല്പര്യമുണ്ട്. परमेश्वर कहता है तेरे साथ उस पूर्णता में तुझे ले जाने की इच्छा है। അതിനുള്ള സമർപ്പണം നമുക്കുണ്ടോ? താല്പര്യം നമുക്കുണ്ടോ? उसका समर्पण और उसकी चाहत क्या हमें है? എന്റെ ഒരു സ്നേഹിതന് ഈ ഡി അഡിക്ഷൻ സെന്റർ നടത്തുന്നുണ്ട് പെരുമ്പാവൂര്. आपका एक मित्र है जो डी एडिक्शन सेंटर को चलाते हैं। ആ പുള്ളിക്കാരൻ കഴിഞ്ഞ തവണ അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ ഞാനും ക്ലാസ് എടുക്കാറുണ്ട്. तो बीच में आप भी वहां जाते हैं, वहां क्लास लेते हैं। അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഇപ്പം ഭയങ്കര വിഷമത്തിലാ ഞാനെന്ന്. उन्होंने कहा कि सर अभी बहुत दुखी हूं मैं। അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ കുഴപ്പം? मैंने पूछा क्या समस्या है? ഇവിടെ ഇപ്പോ ഡി അഡിക്ഷന് വേണ്ടി വരുന്നതില് 25% പെന്തക്കോസ്തുകാരാണ്. यहाँ पर डी एडिक्शन के लिए आने वाले 25% लोग जो है पेंतिकोस अनुभव के हैं। അവര് ഭയങ്കര കുടിയന്മാരാണ്. बहुत पियक्कड़ लोग हैं। മാത്രമല്ല വീട്ടിനകത്ത് ഒരു സ്വസ്ഥയും കൊടുക്കാതെ അവര് പിടിച്ചു കൊണ്ടുവരുന്ന അവര് തന്നെ. और बोला घर में बिल्कुल भी समाधान नहीं देते और घर के लोग परिवारजन उनको यहाँ ले आते हैं। ഇവര് വചനം അറിയാത്തവരല്ല. ये वचन से अनजान नहीं है। എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, പുള്ളിയെ ഇതേവരെ സ്നാനപ്പെട്ടിട്ടില്ല, വേണമെങ്കിൽ സ്നാനത്തിന്റെ ക്ലാസ് പുള്ളി എടുക്കും. मेरा पहचान का एक व्यक्ति है, वो अभी तक बपतिस्मा लिया नहीं है, लेकिन बपतिस्मा का क्लास वो ले सकता है। പുള്ളി കുടിയന്മാർക്ക് വേണമെങ്കിൽ പുള്ളി ക്ലാസ് എടുത്തു കൊടുക്കും. അത് കഴിഞ്ഞ് വെച്ചാൽ ക്ഷീണം തീർക്കാൻ പുള്ളി കുടിക്കുകയും ചെയ്യും. और जो शराबी होते हैं उनके लिए भी वो क्लास लेंगे और उसका थकावट दूर करने के लिए खुद भी शराब पिएंगे। എന്റെ ചോദ്യം മുഴുവൻ ഇത്, സുഹൃത്തെ നീ ക്ലാസ് ഒന്നും എടുക്കണ്ട, നീ ദൈവത്തിന് വിശ്വസ്തനായിട്ട് ജീവിക്കുമെന്ന് അറിയേണ്ടത്. मेरा सवाल, तो क्लास वगैरह मत ले, क्या परमेश्वर के सामने विश्वासी योग्य होकर जी सकता है? ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അറ്റാച്ച്മെന്റ് സാധ്യമുള്ളൂ. അത് കർത്താവിനോട് അറ്റാച്ച്ഡ് ആകണം. एक अलगावट हो तो ही परमेश्वर के साथ एक जोड़ भी होना है और वो जोड़ परमेश्वर के साथ होना है। അത് വേണമെന്നൊരു ലവ് ദ ലോർഡ്, ഒബേ ഹിസ് വോയിസ് ആൻഡ് ക്ലീവ് അൺടു ഹിം. और वो चाहिए तो परमेश्वर से प्रेम करो, उसकी आज्ञा को मानो, उससे लिपटे रहो। ഇത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചു നോക്കിക്കേ. एफेसुस की पत्री 5:9 पढ़कर देखें। The fruit of the Spirit is in all goodness, righteousness and truth. കർത്താവിനെ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. तो ज्योति में बनकर चलना है, क्योंकि परमेश्वर को वो पसंद है। ഇവിടെ എഫേസ്യ ലേഖനം 5:9 വരുന്നത് ഇപ്പൊ പറയുന്നത് നമ്മൾ എത്രമാത്രം കർത്താവിനോട് അടുത്തിരിക്കാൻ എനിക്ക് കഴിയുമെന്നാ ചോദിക്കേണ്ടത്. और ये जो 5:9 में कहता है कितना हम परमेश्वर के नजदीक हो सकते हैं। കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്ത അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. परमेश्वर के सबसे नजदीक जब हम होंगे तो परमेश्वर के उस अनुभव को हम अलग पाएंगे। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാക്കിംഗ് വിത്ത് ഗോഡ്. इसलिए मैंने कहा परमेश्वर के साथ चलना, ഇത് കർത്താവിനോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. परमेश्वर के साथ चलने का एक अनुभव हमारा होना है। ഇത് ചിലർക്ക് കർത്താവിനോട് കൂടെ നടന്നാല് കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യേണ്ടി വരുമല്ലോ, എന്നാ പിന്നെ ഞാൻ കൂടെ ഇല്ല. कुछ लोगों का विषय परमेश्वर के साथ चलेगा तो परमेश्वर जो बोलेगा करना पड़ेगा, ऐसा है तो मैं परमेश्वर के साथ नहीं चलूंगा। അതല്ല, ऐसा नहीं, കർത്താവ് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ചെയ്യാം. परमेश्वर जो कुछ भी बोलो मैं करूंगा। അങ്ങനെയുള്ള സമർപ്പണമാ ദൈവം ചോദിക്കുന്നത്. ऐसा समर्पण परमेश्वर पूछते हैं। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൂയിങ് സംതിങ് ഫോർ ഗോഡ് എന്നുള്ളതല്ല,
കർത്താവേ ഐ ആം അവൈലബിൾ ടു യു. इसलिए परमेश्वर के लिए कुछ करते हैं ऐसा नहीं, परमेश्वर तेरे लिए मैं उपलब्ध हूँ. കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്താണ്, അതിനുവേണ്ടി ഞാനിത് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് ആവശ്യം. मसीह आपकी इच्छा क्या है उसके लिए मैं समर्पण करता हूँ, ये जरूरी है. ഈ വചനത്തിൽ ആനന്ദിക്കാത്തടത്തോളം കാലം നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനായിട്ട് കഴിയുകയില്ല. वचन में जब तक हम सुख नहीं पाते तब तक ऐसा जुड़ा हुआ जीवन परमेश्वर में नहीं होगा. നമ്മുടെ ജീവിതത്തിലെ കർത്താവിനോട് കൂടെ ജീവിക്കുന്നതല്ലേ ഏറ്റവും ഭാഗ്യകരം. हमारा जीवन में परमेश्वर के साथ जीवन जीना क्या ये धन्यता नहीं? ഇത് മറ്റ് മതങ്ങളിലൊക്കെ കാണുന്നത് ഈ മരണശേഷം ഇപ്പൊ റെഡിയാക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ മരണശേഷം റെഡിയാക്കാനാണ് ശ്രമിക്കുന്നത്. दूसरे धर्मों में हम देखते हैं मरने के उपरांत व्यक्ति को सीधा करने की कोशिश करते हैं, अभी तो नहीं कर सकते. ഇത് യാക്കോബുകാർക്ക് അവിടെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 11-ന് 40-ന് പിന്നെ ആണ്ടിങ്ങനെ ഈ ബസ്പൂർഖാനെ നെഞ്ചല്ല ആളെ നേരെയാക്കാനായിട്ട് വീണ്ടും ശ്രമം നടത്തുക. और हम जानते हैं जो नामदानी कलीसिया में वहां पे 4वां दिन 40वां दिन और इस तरह से हर साल जो है व्यक्ति को सही करने का कई प्रार्थनाएं करते हैं. മുസ്ലിംസിനാണെന്ന് ഒരിക്കലെ അവനെ കുഴിച്ചിട്ടെടുത്ത് ഒരു മാടം കെട്ടി പിന്നെ ഓതുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. मुसलमान के रहते हैं उनको दफनाने के बाद वो वहां पर जप करते हैं, മരണത്തിന് ശേഷം റെഡിയാക്കാൻ. मृत्यु के बाद तैयारी करते हैं. അങ്ങനൊന്നും ഇല്ല. ऐसा एक नहीं है. ഇപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാനും എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. अब जब शरीर में हो जो तुमने किया है वो भला हो बुरा हो उसका सही प्रतिफल पाने के लिए हर व्यक्ति न्यायासन के सामने खड़ा होना पड़ेगा. മരണശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. मृत्यु उपरांत हम कुछ नहीं कर सकते. ഇപ്പോൾ നേടേണ്ടത് ഇപ്പോൾ തന്നെ നേടിയേ പറ്റുള്ളൂ. अभी जो पाना है वो अभी ही पाना है. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനകൾക്ക് അനുസരണം ജീവിതം നയിച്ച് വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിച്ചെങ്കിൽ മാത്രമേ അക്കരെ ദേശത്തേക്ക് ചെല്ലുകയുള്ളൂ. यीशु मसीह को स्वीकार करके उसकी आज्ञाओं को मानकर पवित्रता या निर्मलता में निर्दोष होकर चलेंगे तो ही उस जगह उस पार पहुंचेंगे. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കൊന്ന് വായിച്ച്, അതായത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. दूसरे कुरिन्थी 5 का 8 और 9. ഇങ്ങനെ തന്നെ ധൈര്യപ്പെട്ട് ശരീരപ്പെട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരം വിശ്വസിച്ചാലും ശരീരം വിട്ടാലും അവരെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ എന്താ വായിച്ചു? इसलिए हम ढाढ़स बांधे रहते हैं और देह में अलग होकर प्रभु के साथ रहना और भी उत्तम समझते हैं. इस कारण हमारे मन की उमंग यह है कि चाहे साथ रहे चाहे अलग रहे पर हम उससे भाते रहे. ഇവിടെ എന്ത് വന്നാലും ജീവിച്ചിരുന്നാലും വെള്ളം മരിച്ചാലും ദൈവത്തിനെ പ്രസാദിപ്പിക്കണം, അതാണ് ലക്ഷ്യം മുഴുവൻ. जीवित रहो या मर जाए कोई बात नहीं, लेकिन परमेश्वर को भाना है. നമുക്ക് പ്ലീസിംഗ് ഗോഡ് മസ്റ്റ് ബി ദ ഫോക്കസ് പോയിന്റ് ഓഫ് അവർ ലൈഫ്. परमेश्वर को भाना हमारा जीवन का केंद्र बिंदु हो. അപ്പോൾ കർത്താവ് അവന്റെ നിറവിനോളം നിറഞ്ഞു വരിക എന്ന് പറഞ്ഞാല് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്നതാണ്. परमेश्वर की भरपूरी तक भरना या परिपूर्ण होने का मतलब परमेश्वर को भाने वाला जीवन जीना. വ്യക്തിപരമായിട്ട് ചോദിക്കണം, കർത്താവേ അതിനുള്ളൊരു സമർപ്പണം എനിക്കുണ്ടോ എന്ന്. व्यक्तिगत रीति से पूछना उसका समर्पण क्या मुझ में है. ഇത് ഡിറ്റാച്ച്ഡ് ആണ് ചിലര്, പക്ഷെ അറ്റാച്ച്ഡ് അല്ല. कुछ लोग अलग तो जरूर है लेकिन जुड़े हुए भी नहीं. പക്ഷെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഈ ലോകത്ത് നിന്ന് മാറ്റി എന്നിട്ട് ഞാൻ കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയാണ്. लेकिन आत्मिकता का मतलब है संसार से अलग होकर यीशु मसीह के साथ चलना. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇനി ഞാൻ ജീവിക്കുന്നില്ല, इसलिए प्रेरित अपोस्तल ने स्पष्ट कहा अब मैं जीवित नहीं ക്രിസ്തു हूं, അത്രേ എന്നിൽ ജീവിക്കുന്നു. मसीह मुझ में जीवित. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാ. मैं मसीह के लिए जीने वाला. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നയാളാ. मैं मसीह में जीने वाला व्यक्ति हूँ. അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടോ? ऐसा एक अनुभव है. അങ്ങനെയെന്ന് വരികില് മൂന്നാമത്തേത് എനിക്ക് പറയാനുള്ളത് ഫോർവേഡ് ലുക്ക. ऐसा एक अनुभव है. तो तीसरा जो मुझे बताना है आगे देखना. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദി വേൾഡ്, attached to Christ, and we are looking forward for a land which is prepared by the Lord for us. आत्मिकता का मतलब है पीछे हटना, संसार से अलग होना और मसीह के साथ जुड़कर आगे की ओर देखना, उस देश के लिए जो देश हमारे लिए परमेश्वर तैयार कर रहा है. മുന്നോട്ട്
നോക്കിക്കൊണ്ടുള്ള ഒരു യാത്ര. आगे देखकर चलने वाला यात्रा, ഇത് ഇവിടെ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. और ये यहाँ नहीं है, ये पूर्ण तौर से निश्चित है. ഇത് നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തയോടുകൂടെ ദൈവം എനിക്ക് ഒരുക്കുന്ന ദേശത്തിന് വേണ്ടി ആ കാംക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ടോ? परमेश्वर मेरे लिए जो देश तैयार कर रहा है, वहां मुझे पहुंचना है कि उसकी चाहत हमारे अंदर है. ഇവിടെ നമ്മുടെ മക്കള് ഈ പ്രസന്റേഷൻ നടത്തിയപ്പോൾ അവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ഇത് ഇവിടെ അല്ല നമ്മുടെ ജീവിതം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി മനസ്സിലാക്കി. हमारे बच्चों ने जब प्रस्तुति किया तो उन्होंने विशेष करके कहा कि यहाँ हमारा जीवन नहीं है, ये हम समझ गए. പിന്നെ ഇവിടെ ജീവിക്കുന്നത് ഒരു ടെമ്പററി ലൈഫാ. और फिर यहाँ का जो जीवन है वो तत्कालीन जीवन है. എന്നാൽ ദൈവം ഒരുക്കുന്ന നല്ല ദേശത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. लेकिन परमेश्वर तैयार करने वाले उस अच्छे देश के लिए मैं जीता हूँ. അത് ദൈവം ഒരുക്കുന്നു, ആ കാഴ്ചപ്പാടിലാ ജീവിതം നയിക്കുന്നത്. परमेश्वर तैयार करता हूँ, उस दृष्टिकोण से मैं जीता हूँ. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം 14-ാം വാക്യത്തില്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള വിരുദിനെ ലാക്കിലേക്ക് ഞാൻ വിരുദ്ധനായി ഓടുന്നു. इसलिए पौलुस कहता है कि फिलिप्पियों की पत्री में, एक मैं करता हूँ, पीछे की बातों को छोड़कर जो आगे रखा है उसके लिए मैं दौड़ता हूँ. ആ ഫിലിപ്പിയ ലേഖനം 3:14 എന്ന് പറഞ്ഞത് പൗലൂസിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണത്. फिलिप्पियों की पत्री 3 का जो 16 जो बात कहा वो पौलुस का मकसद था. ഡെഫിനറ്റ്ലി ഐ വിൽ ബി ലീവിംഗ്. निश्चित में जाऊंगा, പക്ഷെ എനിക്ക് ലക്ഷ്യമുണ്ട് ഞാൻ ചെല്ലുന്ന ദേശത്തെ കുറിച്ച്. मेरा मकसद और मैं जिस लक्ष्य देश को पहुंचने वाला हूँ उसके बारे में मेरा एक समझ है. ആ കാംക്ഷയോടുകൂടെ ആ ജീവിതം നയിക്കുന്നത്. और उसी उमंग से मैं जीता हूँ. നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് എന്താ കണ്ടത്? हमने यहाँ का सबसे बहुमूल्य क्या देखा है? ഇതൊന്ന് നമ്മോട് വ്യക്തിപരമായിട്ട് ചോദിക്കണം. ये हमें व्यक्तिगत तौर से सवाल करना. ഏതാണ് ഏറ്റവും മൂല്യമായിട്ട് നമ്മൾ കണ്ടത്? सबसे बहुमूल्य हमने क्या देखा? നമ്മൾ പലപ്പോഴും കണ്ടത് ഈ ലോകത്തിന്റെ, ഞാൻ പറയും, അടിത്തട്ടിൽ പോയ പണമാണ്. हमने कई बार संसार के विषयों को अगर देखा जाए, अगर नीचे चला जाए तो केवल पैसा है. കാസർഗോഡ് ജില്ലയിലെ ബളാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. कासरगोड में बलाल नाम एक जगह है. ആ ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു വീട്ടില് ആ പയ്യനെ അവന് ഫോൺ വേണമെന്ന് പറഞ്ഞ് 34,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. वहाँ पे उस घर में एक लड़का था, उन्होंने कहा कि फोन चाहिए तो 34,000 का फोन लेकर दिया. പിന്നെ അവന് പൈസ വീണ്ടും വീണ്ടും ചോദിക്കുക. और फिर से वो पैसा बार बार मांगता है. അപ്പൊ പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് പൈസ തരാൻ പറ്റൂല. ऐसा तुझे पैसा नहीं दे सकता. അപ്പോൾ ഇവന് ദേഷ്യമായി. तो इसे गुस्सा आया. അപ്പൊ ഇവനോട് കൂടെ ഇവന്റെ പെങ്ങള് കൂടെ നിൽക്കാൻ പറഞ്ഞു. അവള് പറഞ്ഞു, ഇല്ല, അതെന്റെ ആവശ്യമില്ലല്ലോ. इसके साथ उसकी बहन को होने को बोला तो उसने बोला नहीं, इसकी जरूरत नहीं है. സംഭവിച്ചത് എന്നാന്ന് വെച്ചാല് അവൻ ഐസ്ക്രീം വാങ്ങിച്ച് അപ്പനും അമ്മയ്ക്കും ഈ പെങ്ങൾക്കും കൊടുത്തു. तो उसने किया कि उसने आइसक्रीम खरीद कर माता पिता और उस बहन को दिया. അതിലെല്ലാം വിഷം ചേർത്തിരുന്നു. और उसमें जहर मिलाया था. പെങ്ങള് മരിച്ചുപോയി. बहन मर गई. അപ്പനും അമ്മയും ഇത് എല്ലാവർക്കും ഒരേ ഇത് കാണുന്നു, ഇവന് മാത്രം അസുഖമില്ല. അപ്പോൾ വേഗം അവര് ഹോസ്പിറ്റലിൽ പോയി. അവസാനം ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാക്കി അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന്. बहन तो मर गई, माता पिता सीरियस हो गए थे और बाद में तुरंत लोग अस्पताल गए और उसके बाद उसका जांच पड़ताल हुआ. तीनों को समस्या थी, इसको कुछ नहीं हुआ. बाद में उसने कबूल किया कि उसने आइसक्रीम में जहर दिया. അപ്പൊ പോലീസ് ചോദിച്ചു, എന്തിനാ ഇത് ചെയ്തെന്ന്. तो पुलिस ने पूछा तूने क्यों किया? ഇവരെല്ലാരും മരിച്ചാൽ എനിക്ക് കാശ് മുഴുവൻ കിട്ടുമല്ലോ, പിന്നെ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ ആരും ചോദിക്കാണ്ടാവില്ല. उसने कहा ये लोग तीनों मर जाएंगे तो जितना पैसा है वो मेरा हो जाएगा, फिर कोई सवाल करने वाला नहीं, जैसे मनमर्जी में जी सकता. അവൻ എന്താ കണ്ടത്? उसने क्या देखा? പണം. ऐसा. അതിനുവേണ്ടി ഇന്ന് അത് ഒരു പയ്യനാ ചെയ്തെങ്കിൽ നമ്മുടെ മുതിർന്ന ആളുകൾ ഇതേ ടൈപ്പാ. वो एक लड़के ने किया, लेकिन बड़े लोगों का भी कुछ बात अलग नहीं है. എനിക്ക് ഇത് പറയുന്നതിൽ വിഷമമുണ്ട്. ഒരു പാസ്റ്റർ എവിടെ പോയി പ്രസംഗിച്ചാലും പുള്ളി പൈസ കിട്ടണം. एक पास्टर कहीं भी जाकर अगर वो प्रचार करे उसको पैसा चाहिए. कहने में दुख है. ഒരു മരണ വീട്ടിൽ ചെന്ന് പ്രസംഗിച്ചു. एक मृत्यु के घर में एक जहाँ पर देहांत हुआ था वहाँ जाकर प्रचार किया. പുള്ളി പലരോടും കൈ കൊടുത്ത് ഞാൻ പോട്ടെന്ന് പറഞ്ഞു. और कई लोगों को हाथ दिया, मैं जा रहा हूँ. എല്ലാരും പറഞ്ഞു കൊടുക്കുമെന്ന്. सब लोगों ने कहा जाओ. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, ആരാ ഇതിന്റെ ചുമതലപ്പെട്ട ആളെന്ന്. उन्होंने पूछा यहाँ का ये चलाने वाले कौन है? അപ്പൊ ഒരാള് പറഞ്ഞു, ആ മൂക്കില് പഞ്ഞു വെച്ച് കിടക്കുന്ന ആളാണ്. कहा कि जिनके नाक में अभी वो ये लगाया, बॉटल लगाया है, वो है. എന്താ ലക്ഷ്യോ? मकसद क्या है? ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ല, നമ്മൾ ദൈവം ഒരുക്കുന്ന ദേശമാണ്. मैं एक बात बताता हूँ, हमारा मकसद, हमारा लक्ष्य ये संसार नहीं है,
वहां है जो परमेश्वर हमारे लिए तैयार कर रहा है। പത്രോസിന്റെ 1-ാം ലേഖനം 17-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. पहला पत्रुस 1:17 पढ़कर देखिए. പത്രോസ് 1:1 കൂടാതെ ആ. ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ ആ. നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ ആ. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. നിങ്ങളുടെ പ്രവാസകാലം, അത് ഇംഗ്ലീഷിൽ വായിച്ചേ. And if you call on the Father, Ah. who without partially judges according to each one's work, Ah. conduct yourself throughout the time of your stay here in fear. ഓക്കെ, യുവർ സ്റ്റേ ടെമ്പററി സ്റ്റേ ആണ് ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കേണ്ടത് എങ്ങനെ ജീവിക്കുന്നത്. हमारा यहाँ का जो रहना है वो तत्कालीन है, इसीलिए हमको ध्यान से देखना है. ഞാൻ ഒരുവിനെ നമ്മുടെ മോഹൻ പാസ്റ്ററിന്റെ മോഹൻ പി ഡേവിഡ് പാസ്റ്ററിന്റെ ഓരോട്ട് കൊണ്ടുപോവാ. मैं एक व्यक्ति को मोहन पास्टर के वहां ले जा रहा था. കാരണം അവനൊരു പ്രത്യേക സ്വഭാവക്കാരൻ. എന്നാ പുള്ളിക്കാരനോട് സംസാരിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാകട്ടെന്ന് വെച്ച് കൊണ്ടുപോവാ. क्योंकि एक विशेष स्वभाव रखने वाला व्यक्ति है, तो मैंने सोचा उनके साथ बात कर अगर अच्छा होता है तो ठीक है. അപ്പോ ട്രെയിനില് അവിടെ ഒരാള് അവിടെ ഇരിക്കുന്ന അവരുടെ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കട്ടെ എന്ന് ചോദിച്ചു. तो ट्रेन में एक व्यक्ति बैठा है, उसने पूछा क्या मैं अखबार पढ़ लूं. അത് കഴിഞ്ഞ് അവൻ അടുത്തടുത്ത് ഒരു സ്ത്രീയുടെ അടുത്തോട്ട് അടുത്തിരിക്കാൻ പോവാ. और फिर वो धीरे धीरे एक स्त्री बैठी थी उसके नजदीक जा रहा था. അവൻ ഞാൻ അവനെ പിടിച്ചു പറഞ്ഞു, നീ എന്തിനാ അവരുടെ അടുത്തോട്ട് പോകുന്നു, ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കും. तो मैंने उसे पकड़कर बोला तू उसके पास क्यों जा रहा है, यहाँ इतना जगह है, यहाँ बैठ. അപ്പോഴേക്കും അവന് ക്ഷീണമായിട്ട് അവരുടെ അടുത്തോട്ടാ കിടക്കുന്നത്. और फिर उसको थकावट हो के वो उसके पास हो जाता है. ഞാൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത് ബസ്സിന് പോവാൻ നമുക്ക്. मैंने कहा यहाँ उतरो, अगला बस में हम जाएंगे. ലക്ഷ്യം എന്താ, मकसद क्या है, ഏതാ വേണ്ടിയത്? क्या चाहिए. നമ്മുടെ ജീവിതത്തില് ഇവിടത്തേതുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി. നമ്മളൊരു യാത്രക്കാരാണ്. हमारा जीवन में यहाँ का जो जीवन है वो तात्कालिक है, हम यहाँ परदेसी है. നമ്മളെ മുഖപക്ഷം കൂടാതെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിനത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവരാ. बिना पक्षपात किए न्याय करने वाले परमेश्वर के सामने खड़े होने के लिए तैयार होने वाले लोग हैं. During your stay on earth, you must be accountable to the Lord. और इस संसार में जब हम रहते हैं तो परमेश्वर के प्रति हमें हिसाब देना है. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പരിശോധിച്ചിട്ട് ഞാൻ എങ്ങനെ ജീവിതം നയിക്കുന്നയാളാണ്. हमारा जीवन को परमेश्वर के सामने जांच कर मैं किस तरह का जीवन बिताने वाला व्यक्ति हूँ. ആത്മീയനാണെന്ന് പേരെഴുതി ഒട്ടിക്കൊന്നും വേണ്ട. आत्मिक है ऐसा लेबल लगाने की जरूरत नहीं है. എന്നാൽ ആത്മീയനാണെന്ന് ജീവിതം കണ്ടാൽ മനസ്സിലാക്കും. लेकिन आत्मिक है ये जीवन देखकर पहचान जाता है. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ വേൾഡ്, അറ്റാച്ച്ഡ് ടു ഗോഡ്, then forward look which God is preparing for me. इसके लिए मैंने कहा संसार से अलग होना है, मसीह के साथ जुड़ जाना है और फिर आगे जो देश हमारे लिए परमेश्वर बना रहा है उसे देखकर आगे बढ़ना. ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. प्रकाशित वाक्य 2:10 में वहां लिखा है मृत्यु तक जो है विश्वास योग्य रहो, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. ऐसा हो तो जीवन का मुकुट पाएगा. അപ്പോൾ എത്ര നാൾ ഇങ്ങനെ ജീവിക്കണം? तो कब तक जीना है, മരണം വരെ വിശ്വസ്തയോടുകൂടി. मृत्यु तक. ഇത് കർത്താവേ, അങ്ങയുടെ നിറവിന്റെ അനുഭവം എനിക്ക് വേണം. मसीह आपका भरपूरी का अनुभव मुझे चाहिए. എന്തിനു വേണ്ടിയാണ്? इसलिए ഈ ലോകത്തോട് അനുരൂപരാകാതെ ജീവിപ്പാൻ, ये संसार के साथ अनुरूप ना होकर जीने के लिए, കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ, मसीह के साथ जुड़कर जीने के लिए, ലോകത്തെ വിട്ടിട്ട് ഇത് എനിക്ക് ഒരുക്കിയിരിക്കുന്ന നല്ല ദേശത്തേക്കുള്ള കാഴ്ചപ്പാടിൽ ജീവിക്കാൻ, संसार को छोड़कर परमेश्वर मेरे लिए जो तैयार किया उस देश के लिए उमंग रखते हुए जीने के लिए. നമ്മള് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതലേ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എബ്രാം വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അവൻ കാത്തിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. पुराने के पत्र में पढ़ते हैं अब्राहम ने जो छोड़ दिया था उसको अगर देखता तो सब कुछ नष्ट हो जाता, लेकिन परमेश्वर ने जो हाथों से नहीं बनाया हाथ से बनाया हो ऐसे उस नगर के लिए बाढ़ जोता रहा. നമ്മള് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് ആ കാഴ്ച इससे ഉണ്ടാകേണ്ടത്. भी उत्तम जगह के लिए हम आशा रखते हैं അത് ദൈവമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. और वो परमेश्वर उसका शिल्पी है. കൈപ്പണിയല്ലാത്ത നിത്യഭവനമാണ് നമുക്കുള്ളത്. जो हाथों से नहीं बना ऐसा एक अनंत भवन हमारा है. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് ആ കാഴ്ചപ്പാട് ജീവിതം നയിക്കുന്നത്. तो आत्मिकता जो है उस दृष्टिकोण से जीवन को जीना है. ഈ ലോകത്തിന് വേണ്ടിയല്ല, ये संसार के लिए नहीं. ഇവിടെ എത്ര സമ്പാദിച്ചു എന്നല്ല ദൈവം ചോദിക്കുന്നത്. यहाँ
कितना कमाया परमेश्वर नहीं पूछता, എത്രമാത്രം ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ കഴിയുന്നു. कितना परमेश्वर को लिपट कर चिपक कर जी पाए हैं। അങ്ങനെ ദൈവമായിട്ടുള്ള ജീവിതം എന്റെ അനുഭവമാക്കാനായിട്ട് നമുക്ക് കഴിയുന്നു എന്ന് ചോദിക്കാം. और ऐसे परमेश्वर के संग जो जीवन है, क्या वो मेरा अनुभव हो सकता है कि ये परमेश्वर सवाल करता है। ആദാ ലീ എന്ന് പറയുന്ന ഒരു വെസ്റ്റ് വെർജീനിയയിൽ നിന്ന് US നിന്ന് വന്ന ഒരു മിഷണറി, आदा ली जो वेस्ट वर्जीनिया US से आया हुआ एक मिशनरी नुमाइंदा, അവരുടെ ജീവിതത്തിൽ അവരെ ഇൻസ്പയർ ചെയ്ത് യശയ്യാപ്രവചനം 55-ന്റെ 8-ാം വാക്യമായിരുന്നു. यशायाह नबी का किताब 55 का 8 वो आए थे जो उनके ऊपर प्रभाव डाला, അത് അവരുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചു. वो उनके जीवन को बहुत प्रबल किया। ഒന്ന് വായിക്കാം 55-ന്റെ 8-ാമത്തെ വാക്യം. यशायाह नबी का किताब 55 का 8 पढ़ेंगे। എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, ആ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് അവര് ഇവിടെ വെസ്റ്റ് വെർജീനിയയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ വിഷമം പിടിച്ച കാര്യമായിരുന്നു. वेस्ट वर्जीनिया से इंडिया में आना बोला तो मुश्किल बात है। അവര് കൽക്കട്ടയിലാണ് വന്നത്. वो कलकत्ता में आए। അവിടെ ഇതേപോലെ സതിയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് ഇവരിവിടെ വന്നത്. സതി वहाँ पर सती होने वाले समय में वो वहाँ पर आए വളരെ വിഷമം തോന്നി. और बहुत उन्हें दुख लगा। അവര് പല രീതികളിൽ അവിടെയുള്ള ആളുകളെ പഠിപ്പിക്കാനായിട്ട് സ്കൂളുകൾ ആരംഭിച്ചു. और वहाँ के लोगों को सिखाने के लिए उन्होंने स्कूल खोले। ഒത്തിരി പുവർ ആയിട്ടുള്ള ആളുകളെ റെഫ്യൂജി അവരെ എടുത്ത് അവരെ വളർത്താനായിട്ട് തുടങ്ങി. बहुत से गरीब लोगों को लेकर उनको परवरिश करने लगे। ആ കുഞ്ഞുങ്ങൾ പലരും ഈ ദോഷത്തിന്റെ വിക്ടിംസ് ആയിട്ട് കഴിയുക. उनमें से कई बच्चे लोग जो है ये सती जो प्रथा थी और उसके वजह से वो शोषित थे। അന്ന് കൽക്കട്ടയില് നടക്കുന്നതെന്നു വെച്ചാല് ഇന്നും അതുകൊണ്ട് ചൈൽഡ് മാരേജ് നടക്കുന്നു, പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, അതുപോലെ ടെമ്പിൾ ഡിവോട്ടീസ് ആയിട്ട് പിള്ളേരെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഭയങ്കര ഇത് നടക്കുകയാണ്. उस समय में जो कोलकाता में होता है, आज भी होता है, जहाँ बच्चों को जो है मार दिया जाता है, मंदिरों में समर्पित किया जाता है, शोषण किया जाता है, व्यभिचार के लिए ले लिया जाता है। അവര് ഇവർക്ക് വേണ്ടി സ്കൂളുകൾ ആരംഭിക്കുക, ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക. ऐसे पीड़ित लोगों के लिए उन लोगों ने एक पाठशाला खोला, उनको अपने साथ किया പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നു. और बहुत से उनको पीड़ा सताया गया। അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതാ പുള്ളി കാണുന്നത്. और वो सोच भी नहीं पाते थे कि इन सारी प्रथाओं को बढ़ावा देते हैं। ഇവരുടെ 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട്. इनके अपने 6 बच्चे थे। ഈ കുഞ്ഞുങ്ങളെ അവരെ ഡാർജിലിംഗിൽ വിട്ട് പഠിപ്പിക്കുന്നു. इन बच्चों को दार्जिलिंग में भेजकर उनको शिक्षा दे रहे थे। എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു വാർത്ത ഉണ്ടായി. एक दिन जल्दी से एक समाचार आया, അവിടെ ഒരു ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായിട്ട് वहां पर एक भूचल हुआ, അവരെ 6 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. 6 बच्चे मर गए। ഈ കുഞ്ഞുങ്ങളെ ഒന്നിനെ ഇവർക്ക് തിരിച്ചു കിട്ടുകയില്ല. वैसे एक भी बच्चा उन्हें वापस नहीं मिलेगा। അത്രയും അധികം മണ്ണ് വീണതുകൊണ്ട് അതൊരു ഫ്യൂണറൽ ആയിട്ട് അങ്ങ് കൗണ്ട് ചെയ്താൽ മതി എന്ന്. അതുകൂടാതെ അന്ന് ഇതേപോലെ JCBയോ തെരഞ്ഞു നോക്കി എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം. उस भूचल में उतना ज्यादा मिट्टी उनके ऊपर पड़ गया, इसलिए ऐसा माना गया कि उसी जगह को दफन स्थल मान लिया जाए, क्योंकि आज की तरह औजार नहीं थे, JCB नहीं था कि मिट्टी निकाल किया जाए। ആദാ ലീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്ട്രഗിളിൽ കൂടെ അവർ കടന്നു वो പോവുകയായിരുന്നു. उनके जीवन में सबसे बड़े वो एक जूझ में थे, കർത്താവേ, എനിക്ക് എങ്ങനെ ഇനി മുന്നോട്ട് നീങ്ങാൻ കഴിയും? कैसे मैं आगे बढ़ूंगी। അവര് ദൈവസേനയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. परमेश्वर के सामने रोकर प्रार्थना करने लगे। അവര് പറഞ്ഞു, അല്ല, എന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, मैंने कहा मेरा विचार तेरा विचार नहीं, എന്റെ വഴികളല്ല നിന്റെ വഴികൾ. मेरा मार्ग तेरा मार्ग नहीं। ആ വചനം അവരുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. उनके जीवन में बार बार कार्य करने लगा। ദൈവത്തോട് അടുത്ത് ജീവിക്കുക എന്നുള്ളത് തന്റെ ജീവിതമായി. परमेश्वर के नजदीक जीना उनका जीवन बन गया। അവരാണ് ലീ മെമ്മോറിയൽ മിഷൻ കൽക്കട്ടയിൽ ആരംഭിച്ചത്. कलकत्ता में ली मेमोरियल मिशन उन्होंने स्थापना की। നിങ്ങൾ കൽക്കട്ടയിൽ പോകുന്ന അവസരത്തിൽ അവിടെ പല സ്ഥാപനങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കണം. कलकत्ता में जब आप जाते तो वहाँ की कई संस्थाओं को आप समझ रहे हैं। പാർക്ക് സ്ട്രീറ്റിൽ പോയാൽ അവിടെ ഇതേ ഒരു കർത്താവിന്റെ ദാസൻ നടന്നൊരു സ്ഥാപനം അവിടെ കാണാം. मार्क स्ट्रीट में आप जाएंगे, वहाँ पर रोगीदास ने चलाया हुआ एक संस्था देखेंगे। ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം താമസിച്ചപ്പോൾ രാവിലെ 4 മണി മുതലേ അദ്ദേഹം പ്രാർത്ഥിക്കുക. मैं उनके साथ एक दिन रहा, मैं देखा सुबह 4 बजे से वो प्रार्थना करते हैं। അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ ഗ്രൗണ്ടിൽ ഓടി നടന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഇന്ന് ഇവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനായിട്ട് അടിയനെ സഹായിക്കണമെന്ന് പറഞ്ഞ और പ്രാർത്ഥിക്കുന്നത്. उस ग्राउंड में दौड़ कर वो प्रार्थना करने, आज जो भी यहाँ पर आते हैं उनको खाना देने के लिए आप मेरी सहायता करना। മാത്രമല്ല പുള്ളിക്കാരനും
ആളുകളെ അവരുടെ പിന്നെ സെർവൻസിനെ ഒക്കെ കൂടെ വിളിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിക്കുക. और इतना नहीं अपने नौकर चाकरों को बुलाकर वहां पर पकवान बनाने की कोशिश करते हैं। ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നമുക്ക് ഈ ലോകത്തോട് അനുരൂപരാകുകയല്ല വേണ്ടത്, ദൈവത്തോട് അടുക്കുകയാണ് कहने ആവശ്യം. का तात्पर्य इस संसार के साथ हमें सदृश नहीं बनना है। എന്താണ് സ്പിരിച്വാലിറ്റി? आत्मिकता क्या है? ഇത് നമ്മൾ അന്വേഷിച്ചു പോകുന്നല്ല, ദൈവം എന്നെ അന്വേഷിച്ച് ഭൂമുഖത്തേക്ക് വന്നു എന്നുള്ളതാണ്. खोजकर जाते हैं क्यों नहीं, परमेश्वर मेरे खोज में संसार में आया। കർത്താവ് എന്റെ ജീവിതത്തിൽ താമസിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ള ആ ദർശനമാണ് ലഭിക്കേണ്ടത്. मसीह मेरे जीवन में वास करना चाहता है, इसका प्रकाशन पाना है। കുറെ നല്ല കാര്യം ചെയ്തിട്ടാ എനിക്ക് തൃപ്തനായി ഞാൻ ആത്മീയൻ എന്ന് പറയല്ല कुछ വേണ്ടിയത്. भलाई के या अच्छे कामों को करके मैं तृप्त हो गया, ऐसा आत्मिकता नहीं ഞാൻ चाहिए। എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് ആത്മീയത. मैं अपने आप को परमेश्वर के लिए उपलब्ध कर देता हूँ, ये आत्मिकता है। അങ്ങനെയെന്ന് ഒരിക്കലും 3 പ്രധാന കാര്യങ്ങളാണ് നമ്മിൽ നടക്കുന്നത്. अगर ऐसा है तो 3 विशेष बात हमारे में होता है। ഡിറ്റാച്ച്മെന്റ് ഫ്രം ദിസ് വേൾഡ്, संसार से अलग होना, attached to God, मसीह के साथ जुड़ जाना, looking forward for the land which he is prepared for us. परमेश्वर ने हमारे लिए तैयार करता हुआ उस देश को देखना। നമ്മോട് ഇന്ന് ചോദിക്കേണ്ട, കർത്താവ് അങ്ങനെ നിറവിനോളം എന്നെ നിറച്ചു തരണം. हमें सवाल करना है कि हमारे उस भरपूरी से हमें परिपूर्ण करना। ആ നിറവിന്റെ അനുഭവം വരുന്ന അവസരത്തിൽ ഈ ലോകത്തോട് എനിക്ക് എന്നേക്കുമായിട്ട് വിട പറയാനായിട്ട് കഴിയും. भरपूरी का अनुभव जब आएगा तो संसार से पूर्ण रूप से मैं अलग हो जाऊंगा। എന്നിട്ട് ദൈവിക ദർശനത്തിൽ ദൈവം ഒരുക്കുന്ന ആ നല്ല ദേശത്തേക്കുള്ള കാഴ്ചപ്പാട് और നമുക്കുണ്ടാകും. फिर परमेश्वर बनाता हुआ उस देश के बारे में अच्छा प्रकाशन हमको होना है। നമുക്ക് ദൈവസേന നമ്മെ തന്നെ ഒരുക്കാം. हम परमेश्वर के सामने अपने आप को तैयार करेंगे। എന്നിട്ട് ചോദിക്കണേ, എത്ര ഞാൻ ഈ ലോകത്ത് നിന്ന് അകന്നിട്ടുണ്ടെന്ന് ആദ്യം फिर ചോദിക്കേണ്ടത്. सवाल करना, पहला सवाल, मैं संसार से कितना अलग हूँ। ഇത് പലപ്പോഴും ചില കാര്യങ്ങൾക്ക് എനിക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ട്, कुछ विषयों के लिए मैं अलग हूँ, എന്നാൽ ചിലതിലെല്ലാം ഞാൻ ഇന്നും തോൽവി അടഞ്ഞ ആളാണ്. लेकिन कुछ विषयों में आज भी हारा हुआ व्यक्ति हूँ। മാത്രമല്ല ഞാൻ അറ്റാച്ച്ഡ് അല്ല കർത്താവുമായിട്ട്. इतना नहीं, मैं परमेश्वर के साथ जुड़ा हुआ नहीं हूँ। അത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കുറച്ച് അറ്റാച്ച്മെന്റ് ഒക്കെ വന്നു എന്നുള്ളതല്ല, ഡെയിലി ഗ്രോയിങ് ഇൻ ദ ലോർഡ്, അറ്റാച്ച്ഡ് ടു ഗോഡ്, അറ്റാച്ച്ഡ് ടു ഗോഡ്. इस उपवास प्रार्थना में थोड़ी नजदीक हो गया ऐसा नहीं, लेकिन प्रतिदिन के जीवन में परमेश्वर के साथ जुड़ते हुए, परमेश्वर में बढ़ोतरी पाते हुए, परमेश्वर के साथ उन्नति पाना। അങ്ങനെയെന്ന് ഒരിക്കലും കാണുന്നത് ഈ ലോകത്തിലെ സുഖവും സൗകര്യങ്ങളും ഇതല്ല, ഞാൻ കാണുന്നത് ദൈവിക സാന്നിധ്യമാണ്. ऐसा है तो ये संसार की सुख समृद्धि में नहीं देखता, परमेश्वर की उपस्थिति में देखता हूँ। കർത്താവിന്റെ ദിവ്യ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. परमेश्वर के दिव्य राज्य के बारे में दृष्टिकोण है। നിങ്ങള് ഒരു പക്ഷേ വായിച്ചു കാണും, ഈ ഇദ്ദേഹത്തിന്റെ ജോൺ ബനിയന്റെ പരദേശി മോക്ഷയാത്ര എന്ന് പറഞ്ഞ പുസ്തകം. आप लोगों ने पढ़ा होगा जॉन बनियन का पिलग्रिम्स जो वो किताब है। ആ പിൽഗ്രിം പ്രോഗ്രസിനെ അത് പുള്ളി പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല. और वो केवल किताब लिखने के लिए नहीं लिखा था। തന്റെ മൂത്ത മകള് സാറ കുഞ്ഞിന് കണ്ണ് കാണില്ലായിരുന്നു. और उनकी बड़ी बेटी सारा जो है वो आंख से देख नहीं सकती थी। ഇദ്ദേഹം 13 വർഷം സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ ജയിലിൽ ഇംഗ്ലണ്ടിൽ കിടക്കേണ്ടി വന്നു. 13 साल सुसमाचार सुनाने के कारण इंग्लैंड में उनको जेल में डाला गया। അപ്പോൾ ഈ കണ്ണ് കാണാത്ത സാറാ കുഞ്ഞ് ഈ ഒരു വടിയുമായിട്ട് പപ്പയെ കാണാനായിട്ട് വരും. तो ये जो बेटी जो अंधी थी वो पिताजी को मिलने के लिए छड़ी लेकर आती थी। എല്ലാ ദിവസവും അവള് ഒരു സൂപ്പ് പപ്പയ്ക്ക് കൊണ്ടുവരും. हर रोज अपने पिताजी के लिए एक सूप तैयार करके लाती। ആ സൂപ്പ് കൊണ്ടുവരുമ്പോൾ അത് മൂടി വെക്കുന്ന ഒരു പേപ്പറിന്റെ ഇത് വെച്ചുകൊണ്ടാണ് അതായിട്ട് ഇങ്ങനെ തപ്പി തപ്പി വരുന്നത്. और वो सूप को ढकने के लिए एक पेपर उसके ऊपर रखकर वो ऐसे ढूंढते टटोलते हुए आती थी। ജയിലധികാരികൾക്ക് അറിയാം ഇത് ഇദ്ദേഹത്തിന്റെ ജോൺ ബനിയന്റെ മകളായതുകൊണ്ട് അവര് അനുമതി കൊടുക്കും. और जेल के अधिकारी जानते थे जॉन बनियन की बेटी है, इसलिए वो अनुमति देते। അപ്പോൾ വന്ന് സൂപ്പ് പപ്പ കുടിക്കുമ്പോ, പപ്പ കഥയൊന്ന് പറഞ്ഞു, ഒരു കഥ. तो सूप पीते समय बोलती थी, पिताजी एक कहानी बोलो। അപ്പോഴാണ് ജോൺ ബനിയൻ ഇത് ഒരു പരദേശിയുടെ യാത്രയെ കുറിച്ച് പറയാ. और तब जॉन बनियन ने एक परदेसी का यात्रा के बारे में बताया। ഓരോ ദിവസവും കുഞ്ഞു വരുന്നതിന് മുമ്പേ ഈ പേപ്പറിനകത്ത് ഇങ്ങനെ കുറിച്ചു വെക്കുക. एक एक दिन बच्ची आने से पहले अपने किताब में वो लिखता है। അങ്ങനെ 13 വർഷത്തെ ജയിൽ വാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. 13 साल की जेल के बाद घर पे आया। അന്ന് നാട്ടിൽ മുഴുവൻ ഇത് നടക്കുക, എന്താ ഈ പ്ലാഗ് എന്ന് പറഞ്ഞ അസുഖം. और उस दिन गांव भर में जो है प्लेग नाम की बीमारी चल रहा था। ഇതേ സാറയ്ക്കും പ്ലാഗ് പിടിച്ചിരിക്കുക. और सारा को भी प्लेग हुआ। സാറ പറഞ്ഞു, പപ്പ എന്നോട് പറഞ്ഞ ആ സ്വർഗീയ നഗരി ഉണ്ടല്ലോ, അതിന്റെ ഗേറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. उन्होंने पिताजी से कहा, सारा ने कहा, आपने जो कहानी में जो स्वर्ग बोला था ना, उस स्वर्ग के फाटक के करीब में എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. मेरे लिए प्रार्थना करना। ഞാൻ ആ സ്വർഗീയ രാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. मैं उस स्वर्गीय राज्य में प्रवेश करूं। അത് പറഞ്ഞു വെച്ചേ
ജോൺ ബനിയൻ പ്രാർത്ഥിച്ച് മകളെ ഗേറ്റ് കടത്തി അവൾ എന്നേക്കുമായി ഇവിടെ പറഞ്ഞു. और वो बोलने के बाद जॉन मनीन ने प्रार्थना करके अपने बच्चे को उस फाटक की ओर विदा किया. വേദനയോടുകൂടി അതെനിക്ക് ചിന്തിക്കാനും പറയാനും കഴിയുള്ളൂ. दर्द के साथ ही मैं उसके बारे में विचार कर सकता हूँ, कह सकता हूँ. പ്രിയമുള്ളവരെ, നമുക്ക് ദർശനം പ്രാപിക്കണം. हमें दर्शन पाना है. കർത്താവ് ഒരുക്കുന്ന ദേശത്തെ കുറിച്ചുള്ള ദർശനം ഉണ്ടാകണം. मसीह ने जो देश तैयार करता है उसके बारे में दर्शन पाना है. എന്നിട്ട് സന്തോഷത്തോടെ ഇവിടെ നിന്ന് യാത്ര और തിരിക്കണം. उसके बाद आनंद से यहाँ से सफर करना. കാരണം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നല്ല ദേശത്തേക്കുള്ള കാഴ്ച, क्योंकि परमेश्वर ने मेरे लिए तैयार किया हुआ अच्छे उस राज्य का एक वो दृष्टि. അതാണ് എബ്രഹാം പറഞ്ഞത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരിക്കുന്നു. वही अब्राहम ने कहा, परमेश्वर शिल्पी होकर जो नगर बनाया और जिसका नींव मसीह ने डाला है, उस नगर का मैं बाढ़ लूं. ഇതെന്റെ സ്വന്തം ദേശമല്ല, ये मेरा अपना जगह नहीं है. എനിക്ക് ഒരുക്കിയിരിക്കുന്ന ദേശത്തേക്ക് കർത്താവെ എന്നെ ഇതാ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പറയാം. मेरे लिए तैयार किया हुआ उस देश को मसीह उसने मेरा स्वागत कर. നമ്മെ തന്നെ ദൈവത്തിൽ ഒരുക്കാം. अपने आप को परमेश्वर के हाथों में दे. കർത്താവ് വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. मसीह